ഇങ്ങനെ പോയാൽ നാളെ സഭ ഉണ്ടാകത്തില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. The church is not a destination for crowds, but rather a vehicle to take gospel-sharing people to the ends of the earth. ഒന്നുകൂടെ വായിക്കാം. The church is not a destination for crowds. ഇന്ന് സഭകളെന്ന് പറഞ്ഞാൽ വലിയ കൂട്ടങ്ങൾ വന്ന് ഞായറാഴ്ച ഇവിടെ വന്നിരിക്കും. നമ്മളതിനെ മെഗാ ചർച്ച് എന്നൊക്കെ വിളിക്കും. ലോകമെമ്പാടും വലിയ വലിയ ചർച്ചുകളുണ്ട്. ആയിരക്കണക്ക് ലക്ഷക്കണക്ക് പേര് വരുന്ന ചർച്ചുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് രസം. ഞായറാഴ്ച ഈ കൂട്ടങ്ങളെല്ലാം വന്നെത്തുന്ന ഒരു സ്ഥലമാണ് സഭ. പക്ഷേ അങ്ങനെയല്ല. ബട്ട് റാദർ എ വെഹിക്കിൾ ടു ടേക്ക് ഗോസ്പൽ ഷെയറിങ് പീപ്പിൾ ടു ദി എൻഡ്സ് ഓഫ് ദി എർത്ത്. സുവിശേഷം പങ്കുവയ്ക്കുന്ന സഭയിലെ വ്യക്തികളെ അവരെ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുന്നതാണ് സഭ. കാര്യം മനസ്സിലായോ അല്ലേ? പക്ഷേ ലോകത്തിൻ്റെ അറ്റം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അതിനിപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് ലോകത്തിൻ്റെ അറ്റത്ത് പോകണേ? യെരുശലേമിൽ തുടങ്ങി, അതിൻ്റെ അർത്ഥം നിങ്ങളായിരിക്കുന്നിടത്ത് തുടങ്ങി അല്ലേ? നിങ്ങളെ ദൈവം എവിടെയൊക്കെ ആക്കുന്നു അവിടെയൊക്കെയും ഒരു പക്ഷേ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെ ദൈവം കൊണ്ടുപോകുന്നെങ്കിൽ അവിടെ വരെ പോയി എന്ത് ചെയ്യണം? ഈ സുവിശേഷം പങ്കുവയ്ക്കണം. അപ്പം എ ചർച്ച് ഷുഡ് ബി ഫിൽഡ് വിത്ത് ഗോസ്പൽ ഷെയറിങ് ബിലീവേഴ്സ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ സഭകളിലൊക്കെ സുവിശേഷം പങ്കുവയ്ക്കുന്ന വിശ്വാസികളില്ല. സഭകളിലൊക്കെ നല്ല സ്നേഹമുള്ള വിശ്വാസികളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയണ്ട അല്ലേ? നല്ല കൂട്ടായ്മയൊക്കെ ആചരിക്കുന്ന വിശ്വാസികളുണ്ട്, അതും കൊള്ളാം. നല്ലവണ്ണം വചനമൊക്കെ അറിയാവുന്ന, വേണമെങ്കിൽ വചനം പറയാൻ അറിയാവുന്ന, ശുശ്രൂഷിക്കാൻ അറിയാവുന്ന വിശ്വാസികൾ, അതും കൊള്ളാം. നല്ലപോലെ കൊടുക്കുന്ന വിശ്വാസികളാണ്, അത് അതിനേക്കാളും കൊള്ളാം. പക്ഷേ സഭയിൽ വേണ്ടത് ഇതൊക്കെ വേണം. പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ശക്തമായി വേണ്ടത് ഗോസ്പൽ ഷെയറിങ് ബിലീവേഴ്സ്. ക്യാൻ യു സേ ആമേൻ? അപ്പം നിങ്ങളിപ്പോൾ എന്നെ നോക്കി അതാ കറക്റ്റ്, അയ്യോ പാസ്റ്റർ കണ്ടുപിടിച്ചു. അതാരായിരിക്കണം ആ ഗോസ്പൽ ഷെയറിങ് ബിലീവേഴ്സ്? ഒന്ന് നെഞ്ചിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞേ, അത് ഞാനാ, ഇതെൻ്റെ കാര്യം തന്നെയായി പറയുന്നത് അല്ലേ? നിങ്ങളുടെ കാര്യം തന്നെയായി പറയുന്നത്. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരോടും നിങ്ങളുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇന്നത്തെ പ്രശ്നം ഒരു സഭ ഒരു ജനക്കൂട്ടമായിട്ട് മാറി, ഒരാൾക്കൂട്ടമായിട്ട് മാറി. പക്ഷേ ഗോസ്പൽ ഷെയറിങ് ബിലീവേഴ്സായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സഭയിൽ ആഴ്ചതോറുമുള്ള റിലീജിയസ് റൊട്ടീൻസ് അല്ലേ? ഈ ഒരു ആത്മീയം എന്ന് പറയുന്നതിനേക്കാളിലും ഒരു ചില ചടങ്ങുകൾ മാത്രം ടു കംഫർട്ട് ബിലീവേഴ്സ്. അതായത് ഈ വരുന്നവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒന്ന് എന്തോ പറഞ്ഞാൽ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനുള്ള ചില ആചാരങ്ങൾ മാത്രമേ ഉള്ളൂന്ന് സഭകളിൽ. അല്ലാതെ അവരെ സുവിശേഷം പറയാനായിട്ട് അയക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് സഭകളിൽ കുറഞ്ഞു പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരും. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന ഈ സഭയിലുള്ള തലമുറ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോയാൽ നാളെ സഭ ഉണ്ടാകത്തില്ല. കാര്യം പോയി സുവിശേഷം പറഞ്ഞ് ജനങ്ങളെ സഭയിലേക്ക് രക്ഷിക്കപ്പെട്ടവരെ കൊണ്ടുവന്നവരെ ശിഷ്യപ്പെടുത്തുന്നില്ല എങ്കിൽ, അവരെ വീണ്ടും സുവിശേഷകരായി പുറത്തേക്ക് അയക്കുന്നില്ല എങ്കിൽ എങ്ങനെ പിന്നെ ഈ തലമുറയ്ക്ക് ശേഷം സഭയുണ്ടാവും? നമ്മുടെ കാലശേഷം അടുത്ത തലമുറ അവർ സഭയിലുണ്ടാവുമെന്ന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഒന്നാമത് കേരളത്തിൻ്റെ ഒരു വലിയ കുഴപ്പം, അടുത്ത തലമുറ കേരളത്തിലേ ഇല്ല, എല്ലാവരും ടൊറോണ്ടോയിൽ പോയി. പിന്നെന്ത് ചെയ്യും? അതാണ് അടുത്ത പ്രശ്നം അല്ലേ? പ്രശ്നം ഇവിടെ വേണ്ടേ സഭ? നേരത്തെ പറഞ്ഞ പോലെ കാഹളം കേൾക്കുമ്പോൾ ഇവിടെ നിന്നും കൂടെ പൊങ്ങി പോകാൻ കുറേ പേര് വേണ്ടേ? ജീവനോടിരിക്കുന്നവർ, മരിച്ചവർ മണ്ണിനടിയിൽ പോയവർ തീർച്ചയായിട്ടും കാഹളം കേൾക്കുമ്പോൾ മുമ്പേ ഉയർക്കും. പക്ഷേ അന്ന് ജീവനോടിരിക്കാൻ ഇവിടെ ഒരു സഭ വേണ്ടേ? ഇന്നലെ എന്നോടൊരു സഹോദരൻ പറഞ്ഞു, എനിക്കത് വളരെ ടച്ച് ചെയ്തു. അദ്ദേഹം ഡിഗ്രിക്ക് എഞ്ചിനീയറിങ്ങിന് അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പറയുമായിരുന്നു പോലും, മോനെ എടാ 5000 രൂപയെ ശമ്പളം ഉണ്ടെങ്കിലും ഈ നാട്ടിൽ തന്നെ നിന്ന് ഈ പറഞ്ഞ പോലെ കുടുംബബന്ധങ്ങളൊക്കെ പുലർത്തി അല്ലേ ഈ നാട്ടിൽ നിൽക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ആ മകനോട് പറഞ്ഞു. ആ മകനത് അതുപോലെ വിശ്വസിച്ച് ചെയ്തു. അതിന് ദൈവം നല്ലൊരു ജോലി കൊടുത്തു, കുടുംബം കൊടുത്തു.
കുടുംബകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ നന്നായിട്ട് നോക്കി ആ മകൻ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനായിട്ട് സ്തോത്രം, അല്ലേ? അപ്പം ഇവിടുത്തെ പ്രശ്നം, ഈ സുവിശേഷം പറയുന്ന ഒരു തലമുറ മൺമറഞ്ഞു പോയാൽ പിന്നീട് സഭയിൽ ആൾ കാണത്തില്ല. അവിടെ ദയവ് ചെയ്ത് നിങ്ങളൊക്കെ പോകുന്നതിന് മുമ്പ് സുവിശേഷം പറഞ്ഞ് കുറേ പേരെ അടുത്ത തലമുറയിൽ സഭയിൽ ആക്കി വെച്ചിട്ടേ പോകാവൂ. ചില ജോലിക്കൊക്കെ ചിലരെ എടുത്ത് അവർ നല്ല വിശ്വസ്തരായിട്ട് വർഷങ്ങൾ ജോലി ചെയ്യുമ്പം അവർ ഒന്നീ റിട്ടയർ ആകുന്ന നേരത്ത് ബോസ് പറയും, നിന്നെപ്പോലെ ഒരാളിനെ ഇവിടെ ആക്കിയിട്ടേ പോകാവൂ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ആരെ ആക്കിയിട്ടേ പോകാവൂ? നിങ്ങളെ സുവിശേഷം പറഞ്ഞില്ലേ പിന്നെ നിങ്ങൾ ആരെ കൊണ്ടാക്കാനാ, അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമി വിട്ട് പോകുന്നതിന് മുമ്പ് സുവിശേഷകരായ ചിലരെ സഭയിലാക്കിയിട്ടേ പോകാവൂ. രാമൻ പറഞ്ഞാൽ ഇതൊരു ചലഞ്ചാണ് പ്രിയപ്പെട്ടവരെ, ഇതൊരു ചലഞ്ചാണ്, അല്ലേ? അപ്പം ഇവിടെ ഈ ഇൻറ്റൻഷണൽ മിഷൻ അല്ലെങ്കിൽ ഇൻറ്റൻഷണൽ ഇവാഞ്ചലിസം എന്ന് പറഞ്ഞത് ദാറ്റ് വാസ് ദ ഹാർട്ട് ബീറ്റ് ഓഫ് ദി അപ്പോസൽസ്. കാര്യം ആ ശിഷ്യന്മാർക്ക്, അപ്പോസൽമാർക്ക് അവരുടെ ഹൃദയത്തുടിപ്പായിരുന്നു സുവിശേഷീകരണം. അതെന്താണെന്നറിയാമോ? കാര്യം അവരോടാണ് വളരെ വ്യക്തിപരമായി കർത്താവായ യേശു ക്രിസ്തു ഇത് അവരോട് കൽപ്പിച്ചിട്ട് അവർക്ക് നിയോഗം കൊടുത്തിട്ട് പോയത്. ആ കൊടുത്ത നിയോഗം, ദ ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം എന്ന് പറയുന്നത് മത്തായി 28:19-20 മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 19 and 20. അവിടെ എന്താ പറഞ്ഞത്? അതിന് തൊട്ട് മുമ്പിലത്തോട്ട് വായിക്കാം, 18 തൊട്ട് വായിക്കാം. പലപ്പോഴും നമ്മൾ ഈ 19 തൊട്ടാണ് വായിക്കുന്നത്. യേശു അടുത്ത് ചെന്ന്, ദൂരെ ഇരുന്നുകൊണ്ട് മൈക്കിൽ കൂടെ അല്ല. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെയല്ല. യേശു എന്തെങ്കിലും പറയുമ്പം അന്ന് മൈക്കില്ലാത്തതിനായിട്ട് സ്തോത്രം, അതുകൊണ്ട് അടുത്ത് ചെന്ന് സംസാരിച്ചു. ഇതിപ്പോൾ എല്ലാം ഈ മൈക്കിൽ കൂടെയുള്ള സംസാരങ്ങളാണ്, ഓൺലൈനിൽ കൂടെയുള്ള കേൾവിയാണ്. ഇതല്ലേ പ്രശ്നം? യേശു അങ്ങനെയല്ല, വെരി പേഴ്സണൽ, അടുത്ത് എന്നിട്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവിടെ ഓർക്കണം, ഈ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെയല്ല പറയേണ്ടത്, ഇതിങ്ങനെയല്ല നിങ്ങൾ കേൾക്കേണ്ടത്. യേശു ചെന്നിട്ട് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മളെല്ലാം കൂടെ ആമേൻ. പക്ഷേ അടുത്തത് ആകയാൽ, സോ ഈ therefore, അതിൻ്റെ അർത്ഥം ആകയാൽ, അതുകൊണ്ട്. കേട്ടോ, അധികാരം യേശുവിന് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്തത് പറയുന്നത് അതുകൊണ്ട്, ആ അധികാരം എനിക്ക് ലഭിച്ചത് കൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് എന്താണ് പുറപ്പെടണം. അതായത് ആദ്യം ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും പുറപ്പെട്ട് വീട്ടിലോട്ട് പോകും. ശരിയല്ലേ? രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ വന്നു. ഇതുപോലെ ദൈവസഭയോടൊന്ന് പറയുക, എന്ത് ചെയ്യണം? ഒന്ന് പുറപ്പെടണം. ഒരു പുറപ്പാട്, ഒരു എക്സഡസ് ആവശ്യമാണ്. എന്താ? ഒന്ന് എഴുന്നേറ്റ് പോകണം, അല്ലേ? ദ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 2 അക്ഷരമേ ഉള്ളൂ, ഗോ, ഇത്രയേ ഉള്ളൂ. പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. കണ്ടോ? സ്നാനം കഴിപ്പിക്കണം. അടുത്തത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. സകലരെയും ശിഷ്യരാക്കണം. ക്രിസ്ത്യാനികളെ മാത്രമല്ല ശിഷ്യരാക്കേണ്ടത്, സകല ജാതിയിലുള്ളവരും രക്ഷിക്കപ്പെട്ടു വരുന്നവരെ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തി അവരെ കർത്താവ് പഠിപ്പിച്ചതെല്ലാം അവരെ പഠിപ്പിച്ച് ഉപദേശിച്ച് ശിഷ്യരാക്കണം. എന്നിട്ട് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഇന്ത്യക്കാരായ ക്രിസ്ത്യാനികൾ ഇത് പ്രത്യേകിച്ചൊന്ന് കേൾക്കണം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ എല്ലാ ക്രിസ്ത്യാനികളും പറയുന്നത് എന്താണെന്നറിയാം? ജനുവരി 26 ബ്രദറെ, ജനുവരി 26, അയ്യോ ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് 75 ഇത്രയായി. അതുകൊണ്ട് ഇനി ഇത് ഇന്ത്യ റിപ്പബ്ലിക് അല്ല, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അല്ല, ഇത് വേറെ എന്തൊക്കെ റിപ്പബ്ലിക് ആകാൻ പോകുന്നു, അല്ലേ? ഇനി ഇങ്ങനെയൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇനി ഇങ്ങനെയൊക്കെ ആരാധിക്കാൻ പറ്റുമോ? ഇനി ഇങ്ങനെയൊക്കെ സുവിശേഷം പറയാൻ പറ്റുമോ? ഇനി ഇങ്ങനെയൊക്കെ അതൊക്കെ സംഭവിക്കട്ടെ. പക്ഷേ ഈ വാക്യം വേണം നമ്മൾ ആദ്യം വിശ്വസിക്കാൻ. ഞാനോ ലോകാവസാനത്തോളം, 2024 പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ലോകാവസാനം വരെ എൻ്റെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അത് വിശ്വസിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്താട്ടെ, ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, അല്ലേ? ഈ വാക്യം, ഈ വാഗ്ദത്തം നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനെയായി ഭയപ്പെടുന്നത്? ഞാൻ വളരെ തൻ്റെ അടുത്തോടെ ചോദിക്കുക, നമ്മൾ എന്തിനെയായി ഭയപ്പെടുന്നത്? നമ്മൾ ആരെയായി ഭയപ്പെടുന്നത്?
നമുക്ക് ദൈവം ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് ഭാരതത്തിൽ ജനിക്കാനുള്ള ഭാഗ്യം തന്നു, ഇതുവരെ ജീവിക്കാനുള്ള ഭാഗ്യം തന്നു, അല്ലേ? ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് ഇതുവരെയും തന്നു, അല്ലേ? സുവിശേഷം, ദൈവസ്നേഹം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നു. ഒരു പക്ഷേ അതിന് ചില പ്രയാസങ്ങൾ അന്യോന്യമൊക്കെ വരമായിരിക്കും വരുന്ന ആൾ, എനിക്കറിയത്തില്ല. പക്ഷേ വന്നാലും ഇത് ഉറപ്പാണ്, എൻ്റെ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. അപ്പം ഇങ്ങനെ വേണം ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കാൻ. എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എൻ്റെ കർത്താവിന് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ആ അധികാരം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നു. ലൂക്കോസ് 10:19 തോന്നുന്നു, ഞാൻ നിങ്ങൾക്ക് ശക്തിയും അധികാരവും തരുന്നു. ഐ ഗിവ് യു പവർ ആൻഡ് ഐ ഗിവ് യു അതോറിറ്റി. നല്ലോണം ഓർക്കണം, ഒരു DGPക്ക്, ഒരു പോലീസ് ഓഫീസർക്ക് അദ്ദേഹത്തിന് അധികാരമുണ്ട്. പക്ഷെ അതേസമയത്ത് അയാളുടെ കയ്യിലൊരു പിസ്റ്റളും ഉണ്ട്, അല്ലേ? അദ്ദേഹത്തിന് പവറും ഉണ്ട്, അതോറിറ്റിയും ഉണ്ട്. ആ പിസ്റ്റൾ എടുത്ത് വെടിവെക്കാനുള്ള അതോറിറ്റിയും ഉണ്ട്. അതേസമയത്ത് വെടിവെക്കാനുള്ള പിസ്റ്റലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ, തോക്കും കയ്യിലുണ്ട്. എന്ന് പറയുന്ന പോലെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ രാജ്യമോ ഭരണഘടനയോ ഒക്കെ അല്ല നമുക്ക് തന്നിരിക്കുന്നതാണ് നമ്മുടെ ദൈവം തന്നെയാണ് നമുക്ക് അധികാരം തന്നിരിക്കുന്നത്. ദൈവത്താൽ ഈ പറഞ്ഞാൽ അധികാരം ലഭിച്ചവരൊന്ന് കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. എൻ്റെ ദൈവം എനിക്ക് അധികാരം തന്നിരിക്കുന്നു, എൻ്റെ ദൈവം എനിക്ക് അധികാരം തന്നിരിക്കുന്നു. അധികാരം മാത്രമല്ല, എനിക്ക് ശക്തിയും തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു അപ്പോസ്തലപ്രവൃത്തികൾ 1:8 സ്വർഗ്ഗാരോഹണത്തിന് മുമ്പായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ യെരൂശലേം വിട്ട് പോകരുത്, ഇവിടെ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. കണ്ടോ? അപ്പോൾ ഇവിടെ പോയി നമ്മൾ സാക്ഷികളാവണമെങ്കിൽ കർത്താവ് ഇവിടെ നമുക്ക് അധികാരം തരുന്നതായിട്ട് കാണുന്നു. പിന്നീട് പറഞ്ഞ് പരിശുദ്ധാത്മാവ് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ശക്തിയും ലഭിക്കും. ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചോളം കർത്താവ് തന്ന അധികാരവും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നമുക്ക് തരുന്ന ശക്തിയുമുണ്ട്. അധികാരവും ശക്തിയും ഉണ്ടെങ്കിൽ ഇനിയും പുറപ്പെട്ടു പോകാതിരിക്കാൻ എന്താണ് ഇനി കാരണം പറയാൻ പോകുന്നത്? വാട്ട് ആർ ദ എക്സ്ക്യൂസസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഗിവ് ഫോർ നോട്ട് ഗോയിങ്? പോകാത്തതിന്, പോയി സുവിശേഷം പറയാത്തതിന് എന്ത് കാരണമാണ്, എന്ത് ഒഴിവഴിവാണ് നമ്മളിനി പറയാൻ പോകുന്നത്? അടിന്ന് ദൈവസഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഈ നിയോഗം, ദി ഗ്രേറ്റ് കമ്മീഷൻ, കർത്താവ് നേരിട്ട് കൊടുത്തത് ഏറ്റുമേടിച്ചവരാണ് അപ്പോസ്തലന്മാർ. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ആവേശം ഉണ്ടായിരുന്നത്. പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിൽ പത്രോസ് അത് പ്രസംഗിച്ചതും, പിന്നീട് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെന്ന് വീണ്ടും പ്രസംഗിച്ചതും, അതോടുകൂടി ആയിരങ്ങൾ ഈ പറഞ്ഞ പോലെ കർത്താവിൻ്റെ സഭയിലേക്ക് കടന്നു വന്നതും, അല്ലേ? അവർ പോയിടത്തെല്ലാം ഒരു സുവിശേഷം പറഞ്ഞതും, ചിതറിപ്പോയവർ പോലും സുവിശേഷം പോയിടത്തൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് കാണുന്നത്. ഇനി നമുക്ക് പുതിയ നിയമത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് പൗലോസാണ്. പൗലോസ് പറഞ്ഞ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ഉം 17-ഉം. 1 കൊരിന്ത്യർ 9:16-17. 1 Corinthians chapter 9, 16 and 17. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. കേട്ടോ, ഇനി സുവിശേഷം അറിയിച്ചിട്ട് ഏതാണ്ട് വലിയ കാര്യം സാധിച്ച പോലെ വരരുത്. സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശംസിക്കാനൊന്നും ഇല്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. കേട്ടോ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. കേട്ടോ, സുവിശേഷം അറിയിക്കാനുള്ളൊരു നിർബന്ധം നമ്മുടെ മേലുണ്ട്. അല്ല ചോദിക്കും, നിങ്ങൾ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ജോലി ചെയ്യുന്നവർ പോയി ഓഫീസിൽ ജോലി ചെയ്യുന്നു, എന്നിട്ട് ഇങ്ങോട്ടൊന്ന് വലിയ പ്രശംസിക്കുമോ? ഞാൻ ഇന്ന് ഓഫീസിൽ പോയി കേട്ടോ, അതിന് ഞാൻ പോയി ഇന്ന് ജോലി ചെയ്തു. അതെന്തോ പ്രശംസ? കാര്യം എന്തോ? നിർബന്ധം നിങ്ങളുടെ മേൽ കിടക്കുന്നു. നിങ്ങളെ ജോലിക്കെടുത്ത് എന്തിനാ? ജോലി ചെയ്യാനാ? ചുമ്മാ ആണോ ശമ്പളം തരുന്നത്? അതുകൊണ്ട് നിങ്ങൾ പോയി ജോലി ചെയ്തു. അതിലെന്തോന്നത് വലിയ പ്രശംസ അല്ലേ? നമ്മളൊരു ട്രാക്ട് കൊടുത്തിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? ഇന്നിങ്ങോട്ടൊന്ന് ഓട്ടോക്കാരൻ ഞാനൊരു ട്രാക്ട് കൊടുത്തു. ഒരു ട്രാക്ട് കൊടുത്തിട്ട് നമ്മളില്ല കോഴി മുട്ടയിട്ടിട്ട് കിടന്ന് അവിടെ കിടന്ന് ആലച്ച് കൂവി ചാടുന്ന പോലെ ഒരു ട്രാക്ട് കൊടുത്തിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ കാണണം. ഇതുവരെ ട്രാക്ട് കൊടുത്തിട്ടില്ല, അതാ പ്രശ്നം. ആദ്യമായിട്ടൊരു ട്രാക്ട് കൊടുത്തപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റാണ് ശരിക്കും പറഞ്ഞാൽ. നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നേ. അടുത്തത് ഞാൻ സുവിശേഷം അടുത്തത് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇവിടെ 2 ഗ്രൂപ്പ്: സുവിശേഷം അറിയിക്കുന്നവർ, 2 സുവിശേഷം അറിയിക്കാത്തവർ. രണ്ടാമത്തെ ഗ്രൂപ്പ് അറിഞ്ഞ തലേ കൈ വെച്ചേ. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് കൈ തല വെച്ചേ. എന്താ എന്താ പേടി? സുവിശേഷം അറിയിക്കാത്തതിന് തലേ കൈ വെച്ച് പറഞ്ഞേ പറ്റൂ. എന്താണ്? എനിക്ക് അയ്യോ ഒന്ന് ഉറക്കെ പറഞ്ഞ അയ്യോ. എന്താ കഷ്ടം? സഭയിൽ വന്നിരുന്ന അയ്യം വിളിക്കാതെ
ദൈവം ഇനി അയ്യം വിളിപ്പിക്കുന്ന ആളുകളാണ് കൊണ്ടുവരാൻ പോകുന്നത്. അതിനുമുമ്പ് ഇപ്പോഴേ പറയാം, സുവിശേഷം ഞാൻ അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇനി അടുത്ത വാക്യം, ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. കേട്ടോ, അതായത് ഇന്റൻഷനലി, അതായത് വാക്ക് ഇന്റൻഷനലി ഇഫ് ഐ ഇവാഞ്ചലൈസ്, ഇഫ് ഐ ഷെയർ ദ ഗോസ്പൽ, എനിക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യമെങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഇന്റൻഷനൽ അല്ലെങ്കിലും യു ഹാവ് ബീൻ എൻട്രസ്റ്റഡ് വിത്ത് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. എൻ്റെ മേൽ ആ കാര്യം ഫലമേൽപ്പിച്ചിരിക്കുക. ഇനി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി? ഞമ്മട്ട് പറയും, ഈ എല്ലാവരോടും ഉള്ള കൽപ്പന പോകാനാ. അങ്ങനെയാണെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള സാങ്ഷൻ അല്ലെങ്കിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ പറയണം. ചിലർക്ക് പറഞ്ഞല്ലോ ട്രാൻസ്ഫർ ഓർഡർ കൊടുക്കും. അപ്പോഴാണ് പറയും, അയ്യോ എനിക്ക് പോകാൻ പറ്റും, ഭാര്യ ഗർഭിണി, അതുകൊണ്ട് 3 മാസം കഴിഞ്ഞേ പോകാൻ പറ്റൂ. ശരി, അപ്പം എഴുതി കിട്ടും, 3 മാസം കഴിഞ്ഞ് പോയിക്കോണം. അപ്പം തൽക്കാലം പോകാതിരിക്കാൻ വേണ്ടി സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ സുവിശേഷം അറിയിക്കാതിരിക്കാൻ സ്റ്റേ മേടിച്ചവരൊന്ന് കൈപൊക്കിക്കേ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആരും സ്റ്റേ മേടിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഡ്യൂ ഡേറ്റൊക്കെ എന്നേ കഴിഞ്ഞു അല്ലേ? ഇലക്ട്രിസിറ്റി ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും അടച്ചില്ലെങ്കിൽ കട്ട് ചെയ്യും. അങ്ങനെയാണ് നിങ്ങളെയും എന്നെയും കട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ. അതുകൊണ്ട് ഇന്ന് മുതൽ എന്ത് ചെയ്തേക്കണം? നമ്മൾ എഴുന്നേറ്റ് ഇൻറ്റൻഷനലി നമ്മൾ സുവിശേഷം പറഞ്ഞേ പറ്റൂ. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പം ഇവിടെ സുവിശേഷം ഞാൻ മനഃപൂർവ്വം ഞാൻ പറഞ്ഞാൽ എനിക്ക് പ്രതിഫലമുണ്ട്, അല്ല മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എൻ്റെ മേൽ ഫലം ലഭിച്ചിരിക്കുന്നു. ഇവിടെയാണ് എനിക്ക് ഏറ്റവും വളരെ അർത്ഥമായിട്ടാണ് തോന്നിയ ഒരു സങ്കീർത്തന ഭാഗമുണ്ട്. 51-ാം സങ്കീർത്തനം. 51-ാം സങ്കീർത്തനം കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ദാവീദ്, ബത്ശേബ, പല കാര്യങ്ങളാണ്. ഓക്കെ, അതാണ് അവിടുത്തെ സന്ദർഭം. പക്ഷേ ആ സന്ദർഭത്തിൽ അവിടെ ഈ പറഞ്ഞ ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു വാചകങ്ങൾ ശ്രദ്ധിക്കണം. സാംസ് ചാപ്റ്റർ 51 വേഴ്സ് 10 ഓൺവേർഡ്സ്. 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ദൈവമേ നിർമ്മലമായൊരു ഹൃദയം, ദൈവത്തോടാ പ്രാർത്ഥിക്കും. ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കേണം. ആദ്യത്തെ നമ്മുടെ പ്രാർത്ഥന, ലോർഡ് ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ആൻഡ് റിന്യൂ എ റൈറ്റ് സ്പിരിറ്റ് വിതിൻ മീ. നമുക്കത് അവിടെ കൊണ്ട് തീർന്നു. അവിടെ നമ്മളൊന്ന് കോറസ് ഉണ്ടാക്കി, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ഓ ഗോഡ്. സാന്നിധ്യം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് തന്നെ, ക്രിയേറ്റ് ഇൻ മീ. ഇതാണ് നമ്മുടെ പ്രശ്നം. അല്ലെങ്കിൽ പണ്ട് മറ്റേ അച്ഛൻ ഉണ്ടാക്കിയൊരു പാട്ടുണ്ട്, നിർമ്മലമായൊരു ഹൃദയമെന്നിൽ, അല്ലേ? നമുക്ക് ആ വാക്യം അല്ലെങ്കിൽ അത് ദാവീദ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന നമുക്ക് അതുപോലെ നമുക്ക് അച്ചടിച്ച് നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നത്, നമ്മളും അതുപോലെ ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഗിവ് മീ എ ക്ലീൻ ഹാർട്ട് ആൻഡ് റിന്യൂ എ റൈറ്റ് സ്പിരിറ്റ് വിതിൻ മീ. എന്തിനാന്നുള്ളത് അടുത്ത വാക്യം, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അടുത്തത്, നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. കാര്യം എന്താ? ഇദ്ദേഹം ഇത് പ്രാർത്ഥിക്കാനുള്ള കോണ്ടെക്സ്റ്റ് എന്താ? തൻ്റെ ജീവിതത്തിലൊരു പാപം ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ പാപമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ദൈവസന്നിധി പോയി പിന്നെ അനുദപിച്ച് പോയി മാനസാന്തരപ്പെട്ട് പാപമേറ്റു പറഞ്ഞ് ക്ഷമ ചോദിക്കാൻ മാത്രമേ പിന്നെ നമുക്ക് ചെല്ലാൻ പറ്റൂ, അല്ലേ? ആലോചിക്കുക. ഇല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ആദ്യത്തേത് ഒഴികെ. ഞാനെപ്പോഴും പറയും, ഒരു പാപിയായ മനുഷ്യൻ വന്ന് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ പ്രാർത്ഥന കേൾക്കും. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ടിരുന്നാൽ ആ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പിന്നെ നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും അല്ല, ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, അല്ലേ, അനുദപിച്ച് മാനസാന്തരപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. അത് യോഹന്നാൻ അപ്പോസ്തലൻ പിന്നെ പാപം ചെയ്തില്ല എന്ന് പറയല്ലേ, പാപം ചെയ്തെങ്കിലും നമ്മൾ ചെന്ന് ഏറ്റുപറഞ്ഞാൽ കർത്താവ് കേൾക്കും. പക്ഷെ ഇവിടെ നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. അടുത്തത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. കണ്ടോ, പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ ഈ വന്നും പോയി ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. പുതിയ നിയമത്തെ സംബന്ധിച്ചോളം നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. ഇന്ന് എന്നിൽ നിന്ന് എടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാം. എന്താണെന്നറിയാമോ? വി ക്യാൻ ഈസിലി ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. എന്താണ്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാം. ശരിയല്ലേ? നമ്മുടെ ജീവിതം കൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കണമേ, എൻ്റെ ആത്മാവിനെ ഒന്ന് പുതുക്കി സ്ഥിരപ്പെടുത്തണമേ.
അങ്ങയുടെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ എന്ന് പറഞ്ഞതിനെക്കാട്ടിലും അങ്ങയുടെ സാന്നിധ്യബോധത്തിൽ എന്നെ എപ്പോഴും നിർത്തിക്കൊള്ളണമേ. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ ഹെൽപ്പ് മീ ടു ആ സാന്നിധ്യബോധം എപ്പോഴും അനുഭവിക്കുവാൻ. ഹെൽപ്പ് മീ ടു എക്സ്പീരിയൻസ് യുവർ പ്രസൻസ് ഓൾ ദ ടൈം. ഇന്നത്തെ പ്രശ്നം, നമുക്ക് ആ ദൈവ സാന്നിധ്യബോധം നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിപ്പോൾ ഇവിടെ അനുഭവിക്കുന്നെങ്കിൽ അതുപോലെ വീട്ടിലും അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ജോലിസ്ഥലത്ത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഏകാന്തതയിൽ ഒറ്റയ്ക്കിരിക്കും അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ യാത്രകളിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ആർ വി ഏബിൾ ടു എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് കണ്ടിന്യൂസ്ലി ഇൻ അവർ ലൈഫ്സ്? ഇല്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളഞ്ഞോ എന്നൊരു സംശയം. പക്ഷേ ദൈവം തള്ളിക്കളഞ്ഞല്ല. ഐ ക്യാൻ ഡെലിബറേറ്റ്ലി വാക്ക് അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. ശരിയാണോ? ദൈവം എന്നെ വിട്ട് പോകുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ദൈവസന്നിധി വിട്ട് നടന്നകന്ന് പോകാം. അതാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്, അല്ലേ? പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് വി ഡെലിബറേറ്റ്ലി വാക്ക് അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. എന്നിട്ട് അടുത്ത പ്രാർത്ഥന, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരേണം. നിന്റെ രക്ഷയുടെ സന്തോഷം. ഇവിടെ രക്ഷ ദൈവം എടുത്തുകൊണ്ട് തിരിച്ചു പോകത്തില്ല, പക്ഷേ രക്ഷയുടെ സന്തോഷം എനിക്ക് നഷ്ടപ്പെടാം. ഈ രക്ഷ നഷ്ടപ്പെടുമോ എന്നുള്ളത് വലിയൊരു തിയോളജിക്കൽ ഡിബേറ്റ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇപ്പം ഇതാ ഞാൻ വിശ്വസിക്കുന്നത്. രക്ഷിക്കപ്പെട്ട നമ്മൾ പാപം ചെയ്ത് പാപത്തിൽ തുടർന്നാൽ ആ രക്ഷയുടെ സന്തോഷം എനിക്ക് അനുഭവിക്കാൻ കഴിയാതെ വരും. ഇവിടെ നോക്കിയേ, ദാവീദ് ഒരു പാപം ചെയ്തു, തനിക്കൊരു കാര്യം മനസ്സിലായി, രക്ഷയുടെ സന്തോഷം ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് താൻ വന്ന് ദൈവത്തിന് നിലവിളിക്കുന്നത്, ദൈവമേ ആ രക്ഷയുടെ സന്തോഷം എനിക്കൊന്ന് മടക്കി തരണമേ. ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ ആ സന്തോഷത്താൽ നിറഞ്ഞ് ഞാൻ എന്തുമാത്രം നിന്നെ സ്തുതിച്ചതാ, അല്ലേ? ഞാൻ ഈ പഞ്ഞിനൂൽ അങ്കിയൊക്കെ ധരിച്ച് ഒരു ലജ്ജയും കൂടാതെ ഞാനെന്ത് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചേട്ടാ. ഇപ്പോഴോ ഇതൊന്നും കഴിയുന്നില്ല. രക്ഷയുടെ സന്തോഷമേ തൻ്റെ ഉള്ളിൽ ഇല്ല. പാപം ചെയ്യുമ്പം സംഭവിക്കുന്നൊരു കാര്യം ഇതാണ്. നമ്മുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു ഇടിവ് വരുമ്പം സംഭവിക്കുന്നൊരു കാര്യം ഇതാണ്. എന്താണ്? സന്തോഷം നഷ്ടപ്പെടുന്നു. കണ്ടാലൊരു സന്തോഷമില്ല. കണ്ടാൽ പണ്ട് കെട്ടിപ്പിടിക്കും, പക്ഷേ ഇപ്പം എന്താ? സന്തോഷമില്ല. സന്തോഷമില്ലെങ്കിൽ നമ്മൾ സഭയിൽ വരത്തില്ല. സന്തോഷമില്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യത്തില്ല. സന്തോഷമില്ലെങ്കിൽ നമ്മൾ ആരോടും. ഇനി അടുത്ത വാക്യത്തിലാണ് ആ കാര്യത്തിലേക്ക് വരുന്നത്. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങേണം. അടുത്തത് മനസ്സൊരുക്കമുള്ള ആത്മാവ്. And uphold me with a willing spirit. How many of you have a willing spirit? മനസ്സൊരുക്കം, അല്ലേ? മനസ്സൊരുക്കം. എന്തിനും ഒരു ഒരുക്കം. അടുത്തത് അപ്പോൾ ഞാൻ ആ അപ്പോളിന് ഒത്തിരി അർത്ഥമുണ്ട്. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്കലേക്ക് മനം തിരിയും. അതിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ ട്രാക്റ്റ് കൊടുക്കും. കാര്യം മനസ്സിലായല്ലോ? ആദ്യത്തെ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ട്രാക്റ്റ് കൊടുക്കാവൂ. ഇത്രയും കാര്യം കഴിഞ്ഞിട്ടേ സുവിശേഷം പറയാവൂ. ഇത്രയും കാര്യം കഴിഞ്ഞിട്ട് മതി ഓപ്പൺ എയർ മീറ്റിംഗ് നടത്താനും എല്ലാം. ഇത് പ്രശ്നം. നമ്മൾ ഇതൊന്നും, ഈ ഒരു ഒരുക്കം, എൻ്റെ ഹൃദയം ആദ്യം ശരിയാക്കണം, എൻ്റെ ഈ പറഞ്ഞ പോലെ എൻ്റെ ആത്മാവ് പുതുക്കപ്പെടണം. അടുത്തത് ദൈവ സാന്നിധ്യബോധം എനിക്ക് മടങ്ങി വരണം. പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യവും ആ രക്ഷയുടെ സന്തോഷവും ഞാൻ അനുഭവിക്കണം. എന്നിനുള്ളിൽ ആ മനസ്സൊരുക്കം ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ സുവിശേഷം പറയും. അപ്പോൾ പാപികൾ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെട്ട് സഭയിൽ വരും. ഇപ്പം മനസ്സിലായോ? ആരും രക്ഷിക്കപ്പെട്ട് സഭയിൽ വരാത്തതിൻ്റെ കാര്യം ട്രാക്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല. എന്നിട്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ നല്ലൊരു ട്രാക്റ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ട്രാക്റ്റ് കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ യു ഷുഡ് ക്വാളിഫൈ യുവർ സെൽസ് ടു ഗോ ആൻഡ് ഷെയർ ദ ഗോസ്പൽ. എന്തൊക്കെയാണ്? ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. ക്ലീൻ ആണോ? എന്നാ ഒടുവിലായിട്ട് കാർഡിയോളജിസ്റ്റിനെ കണ്ടത്? മരുന്ന് ഇപ്പോൾ എത്ര എണ്ണം കഴിക്കുന്നത്? 8 ഗുളികയുണ്ട്. അതിലിപ്പോൾ 1 കുറച്ചല്ലേ? 7 എണ്ണം ഇപ്പോൾ ഉണ്ട്. ചിലർക്ക് വലിയ കാര്യമായിട്ട് 8 ഗുളികയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇപ്രാവശ്യം ചെന്നപ്പം അത് 7 ആക്കിയിട്ട് ഇൻസുലിനും കൂടെ കൂട്ടിയെന്ന് പറഞ്ഞു എന്ന് പറയുന്ന പോലെ. അപ്പം നമ്മുടെ ഈ ഹാർട്ട് കൃത്യമായിട്ട് നമ്മൾ കാർഡിയോളജിസ്റ്റിൻ്റെ റിവ്യൂ ഒരിക്കലും തെറ്റിക്കാറില്ല, കൃത്യമായിട്ട്. പക്ഷേ ഈ കാർഡിയാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഓർഗൻ, ഈ ഒരു അവയവത്തെ നമ്മൾ ഇത്രയും നമ്മൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, കാർഡിയോളജിസ്റ്റ് ക്ഷമിക്കണേ, ഇത്രയും നമ്മൾ സൂക്ഷിക്കുന്നുവെങ്കിൽ ഈ ഹാർട്ടും കൊണ്ട് മാക്സിമം നമുക്ക് കുഴി വരെ പോകാൻ പറ്റും, അല്ലേ? അല്ലേ? ഇതെവിടെ? എൻ്റെ ഈ ഹാർട്ടും കൊണ്ട് എവിടെ വയ്ക്കുന്നത്? കുഴി തന്നെ വയ്ക്കുന്നത്.
പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയം എന്ന് പറഞ്ഞത് നിത്യതയിൽ അവൻ്റെ കൂടെ നമ്മൾ അവനെ സ്തുതിക്കേണ്ട ഹൃദയമാണ്, അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഒരു കാർഡിയോളജി, ഈ ഒരു ഹാർട്ടിനെ ഇത്രയും പ്രാധാന്യത്തോടെ നമ്മൾ കരുതുന്നുവെങ്കിൽ, സൂക്ഷിക്കുന്നുവെങ്കിൽ, സംരക്ഷിക്കുന്നുവെങ്കിൽ, അതിനെക്കാട്ടിലും എത്രയധികം എൻ്റെ ഹൃദയത്തെ ഞാൻ സൂക്ഷിക്കണം, അല്ലേ? അതല്ലേ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഈ ദിവസങ്ങളെല്ലാം ദൈവം നമ്മളെ കേൾപ്പിക്കുന്നത്. ഇന്നലെ വൈകിട്ടത്തെ സൂം മീറ്റിങ്ങിലും ഹൃദയത്തെക്കുറിച്ച് ഇത്രയും വാക്യങ്ങളുണ്ടോ എന്ന് ആരോ ചോദിക്കുക. ഇത്രയും വാക്യങ്ങളുണ്ടോ? അത് സദൃശവാക്യത്തിൽ മാത്രമല്ല എന്നേ, പുതുനിയമത്തിൽ വരുമ്പോൾ ഇഷ്ടം പോലെ ഹൃദയം ജാഗ്രതയോടെ, സകല ജാഗ്രതയോടെ നിൻ്റെ ഹൃദയത്തെ നീ സൂക്ഷിച്ചു കൊള്ളുക, അവയിൽ നിന്നല്ലോ ജീവൻ്റെ ഉറവ, അല്ലേ? നമ്മൾ ഹൃദയത്തെ കാത്ത് സൂക്ഷിച്ചില്ല എങ്കിൽ അത് നമ്മുടെ നിത്യതയെ ബാധിക്കും. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തെ ഇവിടെ വെച്ച് സൂക്ഷിച്ചില്ല എങ്കിൽ അതെനിക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ ബാധിക്കും. ഹൃദയത്തെ സൂക്ഷിച്ചില്ലെങ്കിൽ ബന്ധങ്ങളെ ഇവിടെ വെച്ചേ ബാധിക്കും. പക്ഷേ ബന്ധങ്ങളെ ബാധിച്ചാൽ നമുക്ക് തിരിച്ച് നമുക്ക് വിളക്കി ചേർക്കാം. പക്ഷേ നിത്യതയെ ബാധിച്ച് നിത്യത നഷ്ടപ്പെട്ടെങ്കിലോ? അത് ഏറ്റവും വലിയ പ്രശ്നം. യേശു ഉണ്ടെന്നൊരു ഊഹത്തിൽ നമ്മളങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. മടങ്ങി വരാം പ്രിയപ്പെട്ടവരെ, മടങ്ങി വരാം. ഈ ദിവസങ്ങളിൽ ഈ സഭയിൽ കേൾക്കുന്ന എല്ലാ ദൈവവചനവും ഒരു മാനസാന്തരത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു എന്നുള്ള സന്ദേശമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതോർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അപ്പം ഇവിടെ ഈ ഇൻറ്റൻഷണൽ ഇവാഞ്ചലിസം നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ദാവീദിൻ്റെ പ്രാർത്ഥന പോലൊരു പ്രാർത്ഥന നമ്മളും പ്രാർത്ഥിക്കണം. ആദ്യം ഹൃദയം ശരിയാവണം, എൻ്റെ ആത്മാവ് ഈ പറഞ്ഞ പോലെ സ്ഥിരതയുള്ളതാവണം. അടുത്തത് നമ്മൾ വായിച്ചത് ദൈവസാന്നിധ്യ ബോധം എനിക്ക് നിരന്തരം അനുഭവിക്കാൻ കഴിയണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് ഒരു മനസ്സൊരുക്കത്തോടുകൂടെ ഞാൻ അതിക്രമക്കാരോട് നിൻ്റെ വഴികളെ ഉപദേശിക്കും. മറ്റുള്ളവരോട് ഉപദേശിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം ഞാൻ ശരിയാവണം. നമ്മളെപ്പോഴും പറയുന്നില്ലേ, ഈ വല്ലവരെയും ഉപദേശിക്കാൻ പോകുന്നതിനും ആദ്യം ഇയാളൊന്ന് നന്നാവും, അല്ലേ ഇപ്പോൾ എല്ലാവരും പറയുന്നത്, അല്ലേ? അത് നമുക്ക് നമ്മോട് തന്നെ പറയാം. അതെ, ഞാനൊന്ന് നന്നായിട്ട് വേണം മറ്റുള്ളവരെ ഞാനൊന്ന് ഉപദേശിക്കുക. മറ്റുള്ളവർ നീ പാപത്തിൽ ജീവിച്ചാൽ ഈ പറഞ്ഞ പോലെ നിനക്ക് ഒരു ശിക്ഷയുണ്ട്, ന്യായവിധിയുണ്ട്, ഒരു ശിക്ഷാവിധിയുണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ അത് പറയാനുള്ള പ്രാഗൽഭ്യം ക്രിസ്തുയേശുവിൽ ഉള്ള എനിക്ക് ശിക്ഷാവിധി ഇല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം, അല്ലേ? ആ ബോധ്യം നമുക്കുണ്ടെങ്കിലേ മറ്റുള്ളവരോട് ഇത് പറയാൻ പറ്റത്തുള്ളൂ. കണ്ടോ? അപ്പം ഇൻറ്റൻഷണൽ ഇവാഞ്ചലിസത്തിന് ഒരു നല്ല ഒരുക്കം എന്ന് പറഞ്ഞാൽ 51-ാം സംഗീതത്തിലെ ദാവീദിൻ്റെ പ്രാർത്ഥനയാണെന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് നമ്മളിനി മുന്നോട്ട് ഈ ഇവാഞ്ചലിസം, വാട്ട് ഈസ് ഇറ്റ്, വാട്ട് ഡു യു മീൻ ബൈ ഇവാഞ്ചലിസം എന്ന് ചോദിച്ചാൽ ഐ വുഡ് സിംപ്ലി സേ ഇറ്റ്സ് ഓൺലി ഷെയറിങ് ദ ഗുഡ് ന്യൂസ്. എന്താണ്? സദ്വർത്തമാനം, ഒരു സന്തോഷ വാർത്ത പറയുന്നതാണ് സുവിശേഷം, അല്ലേ? ഇറ്റ് ഈസ് ഓത്തൻറ്റിക് ആൻഡ് ഇറ്റ് ഈസ് ഇൻറ്റൻഷണൽ, നോട്ട് മിയർലി എക്സ്പ്രഷൻസ് ഓഫ് കൈൻഡ്നെസ് ഓർ ഗുഡ് മോറൽ എത്തിക്സ്. ഇത് നമ്മൾ പറയുന്നത് നന്നായിട്ടൊക്കെ സദാചാരപരമായിട്ടൊക്കെ നന്നായിട്ട് ജീവിച്ചാൽ മതി, കുറച്ച് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്താൽ മതി, എങ്കിൽ പിന്നെ സുവിശേഷം ഒന്നും പറയണ്ട. അങ്ങനെയാണെന്ന് ഭൂരിഭാഗം ക്രിസ്ത്യാനികളും വിശ്വസിച്ചിരിക്കുന്നതും പലരും അങ്ങനെയാണ് ജീവിക്കാൻ ശ്രമിക്കുന്നത്. നന്നായിട്ട് ജീവിച്ചാൽ മതി, ഒന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന വല്ലവരും ഉണ്ടോ ഇവിടെ? നന്നായിട്ട് തീർച്ചയായിട്ടും ജീവിക്കണം, അല്ലേ? അതിനൊന്നും ഒരു സംശയം വേണ്ട. പക്ഷേ മനഃപൂർവ്വമായി ബോധപൂർവം നമ്മൾ എന്ത് ചെയ്യണം? യേശുവിൻ്റെ സദ്വർത്തമാനം മറ്റുള്ളവരോട് പറയുക തന്നെ ചെയ്യണം. ഇനി ഞാൻ ചോദിച്ചോട്ടെ, നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ വരുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും? സന്തോഷം പങ്കുവയ്ക്കും, അല്ലേ? അത് ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ഐഡൻറ്റിറ്റി. നമ്മുടെ ഒരു ഭാഗമാണ് ഈ സന്തോഷം പങ്കുവയ്ക്കുക എന്നുള്ളത്. ഇനി ഈ സന്തോഷം നമ്മൾ ആരുമായിട്ടാണ് പങ്കുവയ്ക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായി, നിങ്ങളുടെ മോള് പ്രസവിച്ചു, അല്ലെങ്കിൽ മോൻ പ്രസവിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. നിങ്ങളെന്ത് ചെയ്യും? വീട്ടിലൊരു സന്തോഷമുണ്ട്, ഉടനെ ആ സന്തോഷം എന്ത് ചെയ്യും? പങ്കുവയ്ക്കും. എന്ത് ചെയ്യും? മനോരമ പരസ്യം ചെയ്യുമോ? ഫ്രണ്ട് പേജിൽ കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ പടം ഇടുമോ? ഇല്ല. നിങ്ങൾ ആരുമായിട്ടാണ് പങ്കുവയ്ക്കുന്നത്? വിത്ത് ഹൂം യു ഹാവ് സം റിലേഷൻഷിപ്പ്, ശരിയല്ലേ? നിങ്ങളുമായിട്ട് ബന്ധമുള്ള ചിലരെ പെട്ടെന്ന് അറിയിക്കും. ആദ്യം ഫോൺ എടുത്ത് വിളിക്കുന്ന ആരായിരിക്കും? മോള് പ്രസവിച്ചു, ആൺകുട്ടി, അല്ലേ? പിന്നെ അങ്ങോട്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ഈ പറഞ്ഞ ഫാമിലി ഗ്രൂപ്പ് കാണും, ഇവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്, ചർച്ച് ഗ്രൂപ്പ് കാണും, അല്ലേ? നിങ്ങളെല്ലാവരെയും വിളിച്ചു പറയും, എല്ലാവരെയും വിളിച്ചു. അടുത്ത കുറേ നാൾ നിങ്ങളെല്ലാവരോടും പറയുന്ന ഈ സദ്വർത്തമാനം എന്തായിരിക്കും? വീട്ടിൽ നടന്ന ആ ഒരു സന്തോഷ വാർത്ത, ആ വാർത്ത നിങ്ങളെ അറിയിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് തെരുവിലോട്ട് ഇറങ്ങി ചെന്നിട്ട് ആ സ്ട്രീറ്റ് കോർണറിൽ ചെന്നിട്ട് പിന്നെ എല്ലാ മാലോകരും ശ്രദ്ധിക്കണം, എൻ്റെ വീട്ടിൽ എൻ്റെ മോക്കൊരു കുഞ്ഞുണ്ടായി, ഇതിനാൽ ഞാൻ തെര്യപ്പെടുത്തിക്കൊള്ളുന്നു, ഈ കോളനിയിലുള്ള എല്ലാവരും അറിഞ്ഞോണം ഞങ്ങൾക്കൊരു കൊച്ചുമോൻ ജനിച്ചു, പറയൂ ആരെങ്കിലും?
ഇല്ല. അതെന്താ? നിങ്ങൾക്ക് പിടികിട്ടില്ലേ? ഇപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതും ശരിയാണ്. ആദ്യം നമുക്ക് ബന്ധമുള്ളവരടുത്തല്ലേ നമ്മൾ പറയുന്നേ. തെരുവിൽ ചെന്ന് വിളിച്ചു പറയാം, ഒരു കുഴപ്പമില്ല. യേശു തെരുവിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് തെരുവ് തെരുവിന് മുമ്പേ നമ്മൾക്ക് ബന്ധമുള്ളവരോട് ഈ സന്തോഷ വർത്താനം പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ചോദ്യമാണ്. രാവിലത്തെ സർവീസിൽ ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞു. എനിക്കറിയാം ചില ഭാര്യമാർ വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. എനിക്കറിയാം ഇവിടെ ചില ഭാര്യമാർ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർ ഈ ചർച്ചിലുണ്ട്. എനിക്കറിയാം ചില കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എനിക്കറിയാം ചില മാതാപിതാക്കളും ഈ സഭയിലുണ്ട്, മക്കൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അല്ലേ? സഹോദരങ്ങൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി, കുടുംബത്തിലുള്ള ഏറ്റവും സ്നേഹിക്കുന്നവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി എത്രയോ നാളുകളായി പ്രാർത്ഥിക്കുന്നവരെ എനിക്കറിയാം. പക്ഷേ ഈ വരും ദിവസങ്ങളിൽ ആ പ്രാർത്ഥന ശക്തിപ്പെടുത്താൻ പോവാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല അത് പ്രാർത്ഥിക്കേണ്ടത്, നമുക്ക് കൂടി പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതം ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നത്? ഗോഡ് വിൽ ഡു എ മിറക്കിൾ. എത്രയോ നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനാ വിഷയം, ഞാൻ വേറെ വീടിനല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ജോലിക്കുമല്ല ഇപ്പം പ്രാർത്ഥിക്കുന്നത്, ഞാൻ മറ്റൊന്നുമല്ല പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ, എൻ്റെ മക്കളുടെ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ അവരുടെ നിത്യത ആ തീപ്പൊയ്കയിൽ പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പകരം കർത്താവായ യേശു ക്രിസ്തു എനിക്ക് തന്ന നിത്യരക്ഷ അത് അവരും പ്രാപിക്കണം. എത്ര പേര് അത് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ? ഇനിയും നമ്മൾ എത്ര നാൾ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കും? ഇനി ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത നിങ്ങളുടെ വീട്ടിലുണ്ടായി. ആ സന്തോഷ വാർത്ത എങ്ങനെ ഷെയർ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ട്രെയിനിങ് വേണോ? ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ജോലി കിട്ടി. എനിക്കൊരു ജോലി കിട്ടി, പക്ഷേ അത് എങ്ങനെയാണത് പറയേണ്ടത്? എനിക്കൊന്ന് പറഞ്ഞു തരൂ. എനിക്കൊരു ജോലി കിട്ടി, എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ടവരത്തൊക്കെ എനിക്കൊന്ന് ആ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കണം. അതെങ്ങനെയാണ് പങ്കുവയ്ക്കണം? എനിക്കൊരു പ്രസംഗം എഴുതി തരുമോ? വീട്ടിൽ പട്ടിക്കൂട്ടി പ്രസവിച്ചാൽ നിങ്ങൾ കിടന്ന് എല്ലാവരെയും വിളിച്ച് പറയും. അതിൻ്റെ അർത്ഥം യു ഡോണ്ട് ഹാവ് ടു ബി ട്രെയിൻഡ് ഹൗ ടു ഷെയർ ദ ഗുഡ് ന്യൂസ്. ഇറ്റ്സ് പാർട്ട് ഓഫ് യു. നമുക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? അതങ്ങ് വിളിച്ചു പറയും. ഒരു കുഞ്ഞുണ്ടായി, ഇനി നിങ്ങളുടെ മക്കൾക്ക് A++++ കിട്ടി, മനോരമയിൽ പൈസ കൊടുക്കണം, അതുകൊണ്ട് മാത്രം നിങ്ങൾ ഇട്ടില്ല. കഴിവെങ്കിൽ മനോരമയിൽ ഇട്ടേനെ. പിന്നെ പൈസ ഇടാത്ത വല്ല ഗുഡ് ന്യൂസിലൊക്കെ വരുമായിരിക്കും, എനിക്കറിയത്തില്ല, അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ കാര്യം നടന്നാലും ആ സന്തോഷ വർത്തമാനം നമ്മളെല്ലാവരെയും അറിയിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും വേണ്ട. വി സിംപ്ലി ഷെയർ വാട്ട് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് വാട്ട് ഈസ് ഡിയർ ടു അസ്. ശരിയല്ലേ? നമുക്ക് ഏറ്റവും അടുത്തതും നമുക്ക് ഏറ്റവും സന്തോഷവും തോന്നുന്നത് അത് നമ്മൾ പങ്കുവയ്ക്കും. ഇനി എൻ്റെ ചോദ്യം, A++ കിട്ടിയതാണോ? വീട്ടിലൊരു കുഞ്ഞുണ്ടായതാണോ? ജോലി കിട്ടി പുറത്തു പോയതാണോ? ഒരു വീട് വെച്ചതാണോ? കാറ് മാറ്റി ഒരു വലിയ വണ്ടി എടുത്തതാണോ? ഏറ്റവും നല്ല ജോലി കിട്ടിയതാണോ? ഇതിലേതാ ഏറ്റവും പങ്കുവയ്ക്കേണ്ട സന്തോഷം? പറഞ്ഞേ. കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിച്ച എൻ്റെ ഉള്ളിൽ നമ്മൾ പഴയൊരു പാട്ട് പണ്ട് പാടി, ഇപ്പോൾ ആ പാട്ട് പോലും ആരും പാടുന്നില്ല. അതല്ലേ പ്രശ്നം? എന്താണ്? യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്ത്? ചിലർ മാറ്റമെന്ന് പറയുന്നത്, പിന്നെ മോദമെന്ന് പറയുന്നത്, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ അവർക്ക് പാടാനുണ്ടായിരുന്നു. എന്താണ്? യേശുവൻ ഉള്ളത്തിൽ എന്ന് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കത്തില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞ യേശു എൻ്റെ ഉള്ളത്തിൽ വന്നു എന്നുള്ള സന്തോഷത്തെക്കാട്ടിലും വലുതാണ് നിങ്ങൾക്ക് A++. ഇന്ന് പാർശ്വ കയറി A++ പിടിച്ചിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? കാരണം നിങ്ങളുടെയൊക്കെ A++ൻ്റെ സന്തോഷം ഞങ്ങളൊക്കെ അനുഭവിച്ചതാ. കാരണം നിങ്ങളുടെ ആ സന്തോഷത്തിൽ ഞങ്ങളും മകിയേറുന്നു. പക്ഷേ A++ ഒക്കെ ഈ കുഴിയിലോട്ട് പോവും. പക്ഷെ മുകളിലോട്ട് പോകണമെങ്കിൽ ഈ കർത്താവ് ഉള്ളത്തിൽ വരണം. ആ കർത്താവ് ഉള്ളത്തിൽ വരണമെങ്കിൽ, ആ കർത്താവ് ഉള്ളത്തിൽ വരണമെന്നുള്ള ആവശ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരാളോട് പറയണം. അതാരാ പറയേണ്ടത്? കർത്താവ് ഉള്ളത്തിൽ വന്ന സന്തോഷമുള്ള ആളാണ് ആ സന്തോഷം പങ്കുവയ്ക്കേണ്ടത്. ആ സന്തോഷം പങ്കുവയ്ക്കുമ്പോഴാണ് ആളും ചോദിക്കും, ഈ സന്തോഷം എനിക്കും കിട്ടാൻ എന്ത് ചെയ്യണം? ഈ കർത്താവിനെ സ്വീകരിക്കണം. അങ്ങനല്ലേ പറയേണ്ടത്? ദാറ്റ്സ് എ റൈറ്റ് വേ, അല്ലേ? ഇന്ന് നമ്മൾ ഈ സന്തോഷം ഒന്നീ നമുക്ക് സന്തോഷമില്ല. കർത്താവ് അകത്ത് വന്നതിൽ
സന്തോഷമില്ല. നിങ്ങളുടെ മുഖം തന്നെ കണ്ടാൽ അറിയാം അല്ലേ? നിങ്ങളുടെ പലരുടെയും മുഖം ഇപ്പോൾ ഒന്ന് ഫോട്ടോ, ആ ക്യാമറ ഇങ്ങോട്ടൊന്ന് അങ്ങോട്ടൊന്ന് എടുത്ത് ഇവരുടെ മുഖം കണ്ടാൽ അറിയാം. ഞാൻ നാളെ ചിരിച്ചുകൊണ്ടൊക്കെ പ്രസംഗിക്കുന്നത്, പക്ഷേ ഇവരുടെ ഒന്നും മുഖത്ത് അത്ര വലിയ ചിരിയില്ല. ഒന്നീ കർത്താവ് അകത്ത് വന്നിട്ടില്ല, അല്ലെ കർത്താവ് വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല പിന്നെ എന്താ ഇത്ര ഗൗരവത്തിരിക്കുന്ന കാര്യം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോ നോട്ട് ഹാപ്പി ദാറ്റ് ജീസസ് കെയിം ഇൻ ടു യുവർ ഹാർട്ട് അല്ലേ? അപ്പോൾ ഈ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന സന്തോഷം, വന്നപ്പോഴുണ്ടായ സന്തോഷം, അത് മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കുന്നതാണ് ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തെരുവിൽ നിന്ന് നമ്മൾ ഉറക്കെ വിളിച്ചു പറയുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ അതങ്ങ് പരത്തുന്നതോ അതെപ്പോഴും ഒരു ബെസ്റ്റ് അപ്രോച്ച് അല്ല. കാര്യം ദ ഐഡിയ ബിഹൈൻഡ് ഇവാഞ്ചലിസം ഈസ് ഇവാഞ്ചലിയോൺ, അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഗുഡ് ന്യൂസ് എന്നുള്ളതേ ഉള്ളൂ, സദ്വർത്തമാനം. അപ്പോൾ വേറെ വാക്കി പറഞ്ഞാൽ ദ കോൾ ടു റിപ്പൻറ്റൻസ്, മാനസാന്തരപ്പെടണം എന്നുള്ള ആ ഒരു 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 എന്താ പറഞ്ഞ ഒരു സന്ദേശം നമ്മൾ കൊടുക്കേണ്ടത് ഇറ്റ് ഷുഡ് നോട്ട് ബി റാപ്ഡ് ഇൻ ഇൻസൾട്ട്സ്. ഇന്ന് നമുക്ക് പറ്റിയൊരു കുഴപ്പം, നമ്മൾ ഈ ഒരാളോട് സുവിശേഷം പറയുന്ന രീതി, അത് അയാൾ ഈ പറഞ്ഞ പോലെ നീ മാനസാന്തരപ്പെടണം, അതാണ് കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതും ബൈബിളുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ ഒന്ന് നോക്കണം, അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതി ചെയ്യരുത്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായി? എൻ്റെ വല്യപ്പച്ചൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എൻ്റെ പിതാവ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വല്യപ്പച്ചൻ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറയുമായിരുന്നു പോലും, അദ്ദേഹം വലിയ പഠിത്തമുള്ള ആളൊന്നുമല്ല, അയാൾ ഈ പറഞ്ഞ ഒരു സാധാ കൃഷിക്കാരനായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു പോലും മക്കളോടും, മക്കളെ അന്യൻ്റെ ദൈവത്തെ വന്ദിക്കേണ്ട, നിന്ദിക്കുകയും വേണ്ട. ഇതൊരു വലിയ പാഠം ഇതിനകത്തുണ്ട്. അന്യൻ്റെ ദേവനെ നമ്മൾ എന്ത് ചെയ്യണ്ട? വന്ദിക്കണ്ട. പക്ഷേ എന്ത് ചെയ്യരുത്? നിന്ദിക്കരുത്. ഇന്ന് ക്രിസ്ത്യാനികൾക്ക് എവിടെന്നോ കിട്ടിയ ഒരു കുഴപ്പമാണ്, വേറൊരു മതക്കാരനെ കണ്ടാൽ എന്ത് ചെയ്യും? ആദ്യം അവൻ്റെ ദൈവത്തെ അങ്ങ് നിന്ദിക്കും അല്ലേ? വി ജസ്റ്റ് ഫോർ ഇൻസൾട്ട്സ്. എന്നിട്ട് നമ്മൾ അധിക്ഷേപിക്കുകയും അല്ലേ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെ ശകാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ മാർക്കറ്റിങ്ങിലൊരു സാധനമുണ്ട്, എൻ്റെ പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ ഞാൻ ഇതിനെ നല്ലതെന്നും ഞാൻ തെളിയിക്കണം. പക്ഷെ അതെങ്ങനെയാണ് തെളിയിക്കുന്നത്? മറ്റേ പ്രോഡക്റ്റൊക്കെ മോശമാണ്. ശരിയല്ലേ? ബാത്റൂമിലെ മറ്റേ ഫിനായിൽ എന്താണ്, അപ്പം എന്താണ് മറ്റേ ബ്രാൻഡ് ഉണ്ടല്ലോ, ഹാർപ്പിക്കാണ് നല്ല പ്രോഡക്റ്റ് എങ്കിൽ എന്ത് ചെയ്യണം? മറ്റേതൊക്കെ. നമ്മുടെ പ്രശ്നം ഇത് തന്നെ. ജീസസിനെയാണ് നമ്മൾ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ അതിനുവേണ്ടി ഇങ്ങോട്ട് വന്നിട്ട് ആദ്യം ഒരു റൗണ്ട് തെറി വിളിക്കും. ആരെയാണ്? അന്യദേവന്മാരെ മുഴുവൻ നമ്മളങ്ങ് ഇത് ചെയ്യരുത്. പ്രത്യേകിച്ച് ഭാരതം പോലുള്ള ദേശത്ത് അത് ചെയ്യരുത്. ഒരിക്കലൊരു പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെ എല്ലാം വിഗ്രഹങ്ങളാണ്. ഒരു ദൈവമനുഷ്യൻ അതെല്ലാം ചുറ്റി നടന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചൂട് പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചൂട് പിടിച്ചപ്പോൾ അയാൾ എന്ത് ചെയ്തെന്നറിയാമോ? അയാൾ ഇങ്ങനെ കറങ്ങി നടന്ന ഒരു പ്ലാറ്റ്ഫോമിന് നോക്കിയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു പീഠം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അതിൻ്റെ മേളിൽ വിഗ്രഹം ഇല്ല. അവിടെ ചെറിയൊരു എഴുത്ത്, എന്താണ്? ടു ദി അൺനോൺ ഗോഡ്, അജ്ഞാത ദേവന് എന്നെഴുതി വെച്ചിരിക്കുന്നു. കാരണം എൻ്റെ മണ്ടേ വയ്ക്കാനൊരു വിഗ്രഹമില്ല, ഇത് അൺനോൺ ഗോഡിന് വേണ്ടിയുള്ള ഒരു അതെ. ഉടനെ ഇദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? കിട്ടിപ്പോയി, ഇതേ അൺനോൺ ഗോഡ്, നിങ്ങൾ അന്വേഷിക്കുന്ന ഈ അജ്ഞാത ദേവൻ ആരെന്നറിയാമോ എന്നും പറഞ്ഞുകൊണ്ട് ആരെ പ്രസൻറ്റ് ചെയ്തു? യേശുവിനെ. നോക്കണേ, അവിടെ പൗലോസ് നോക്കിയപ്പോൾ ഒരു നല്ല പ്ലാറ്റ്ഫോം കിട്ടി തനിക്ക് യേശുവിനെ അവതരിപ്പിക്കാൻ. ഇതുപോലെ ലുക്ക് ഫോർ പ്ലാറ്റ്ഫോംസ്, ഗോഡ് വിൽ ഗിവ് യു ദ വിസ്ഡം ടു ഡു ദാറ്റ്. അല്ലാതെ മറ്റ് ദൈവങ്ങളെയോ മറ്റുള്ളവരുടെ ആചാരങ്ങളെയോ മറ്റുള്ളവരുടെ ആരാധനാ രീതികളെയോ ഇതിനെയൊന്നും ചെന്ന് ദയവ് ചെയ്ത് ദുഷിച്ച് നിന്ദിച്ച് സംസാരിച്ച് ഒരിക്കലും ഈ സുവിശേഷം നമ്മൾ പറയാൻ ശ്രമിക്കരുത്. ഇതൊരു വാണിംഗ് ആയിട്ടും കൂടെ ഞാൻ പറയുക. ഇനിയത്തെ കാലം അത്ര എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടിയൊക്കെ ഈ സുവിശേഷം പറയുന്നു. ഇതേ സ്വാതന്ത്ര്യം എത്ര നാളും കൂടെ നിലനിൽക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അവിടെയും ഭയപ്പെടണ്ട, ഞാനോ ലോകാവസാനത്തോളം നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ആ വാഗ്ദത്തം നമുക്കെടുക്കാം. ശരി, അപ്പം ഇവിടെ ഈ ഗുഡ് ന്യൂസ് എപ്പോഴും നമ്മൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം, ഇതത്ര എളുപ്പമല്ല. ലൈക്ക് മോസ്റ്റ് ഗുഡ് ഡിസിപ്ലിൻസ്, ഇൻറ്റൻഷണൽ ഇവാഞ്ചലിസം റിക്വയർസ് വർക്ക് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല ഡിസിപ്ലിൻ, എനിക്കിപ്പോൾ ശരീരം ഒന്ന് നന്നാക്കണമെങ്കിൽ ഞാൻ നല്ലവണ്ണം രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യണം. ഇതുപോലെ
എനിക്ക് സുവിശേഷം പറയണം എന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം ഇന്നു മുതൽ വന്നെങ്കിൽ, അതിനായി നിങ്ങൾ സമർപ്പിച്ചുവെങ്കിൽ, യു ഹാവ് ടു റിയലി ഗെറ്റ് ടു വർക്ക് ടു ഗെറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. മനുഷ്യൻ്റെ മുമ്പിൽ പോയി ഇത് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനൊരു തയ്യാറെടുപ്പ് നിങ്ങൾ എടുത്തേ പറ്റൂ. ചുമ്മാ അങ്ങോട്ട് പോയിട്ട് അങ്ങ് സുവിശേഷം പറയാം, നാളെ രാവിലെ തൊട്ട് ഞാൻ അങ്ങ് സുവിശേഷം പറഞ്ഞു കളയും എന്ന് പറഞ്ഞ് ഇറങ്ങിക്കളയരുത്. അതിനൊരു ചെറിയ തയ്യാറെടുപ്പും മറ്റും നിങ്ങൾ എടുക്കണം, അല്ലേ? അതിനെടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തയ്യാറെടുപ്പ് എന്താണെന്നറിയാം? യു ഹാവ് ടു ബിൽഡ് എ ട്രസ്റ്റ് ഇൻ ദം. അവരിൽ എന്ത് ചെയ്യണം? അവരുടെ വിശ്വാസ്യത നേടണം. വിശ്വാസ്യത ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞവർ കേൾക്കാൻ പോകുന്നില്ല. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മളെല്ലാം ചെന്ന് വലിയ വായിലെ സുവിശേഷം പറയുമ്പോൾ അവരെല്ലാം കേട്ടേച്ച് കൊള്ളാം, സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ നീയൊന്നും അതുപോലെ ജീവിക്കുന്നില്ലല്ലോ. ആലോചിച്ച് നോക്കിയാൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതല്ലേ. നമ്മളിത് വലിയ വായിലേ ചെന്ന് യേശു ആരാണെന്നൊക്കെ അങ്ങോട്ട് ചെന്ന് തെളിയിക്കും. അതെല്ലാം കേട്ടേച്ചാൽ യേശു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, യേശു ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങൾ അങ്ങയുടെ വിലയും കൂടെ കളയുക. ഇതാണ് ഇന്നത്തെ മറ്റ് മതക്കാർ നമ്മളെക്കുറിച്ച് പറയുന്നൊരു നല്ല സാക്ഷ്യം. എന്താണ്? ഇവന്മാർ യേശുവിൻ്റെ ആൾക്കാരാണ്, പക്ഷേ യേശുവായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ല. എന്തോ ഒരു നല്ല സാക്ഷ്യം. ഈ സാക്ഷ്യം കൊണ്ടാണ് നമ്മൾ ചെന്നിട്ട്, ബ്രദറെ യേശു നിന്നെ സ്നേഹിക്കുന്നു. അവർക്ക് പിന്നെ നല്ല മനുഷ്യരാണ്ട് മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാര്യം അവർക്ക് തിരിച്ച് 4 ചോദിക്കണമെന്നുണ്ട്. പിന്നെ നിങ്ങളെ ഈ പറഞ്ഞാൽ എന്തിനാണ് അവർ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ യു നീഡ് ടു റിയലി, ഇറ്റ്സ് നോട്ട് ഈസി, യു നീഡ് ടു വർക്ക് ഔട്ട്, അല്ലേ? യു നീഡ് ടു വർക്ക് ടു ഷെയർ ജീസസ് വിത്ത് ദം. ചുമ്മാ ഓടിപ്പോയൊരു പ്രഭാതത്തിൽ യേശുവിനെ പറ്റി പറയരുത്. അതിനൊരു തയ്യാറെടുപ്പ് വേണം. ആ തയ്യാറെടുപ്പ് കാര്യങ്ങൾ ഞാൻ പറയാം. ഇനി ഈ ഇൻറ്റൻഷണൽ ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സൂപ്പർഫിഷ്യൽ. അതായത് ഒരു ട്രാക്റ്റ് കൊണ്ട് ഇങ്ങനെ പമ്മി പോയിട്ട് അവിടെ സീറ്റേ വെച്ചേച്ച് പോവുക, ബസ്സേ കയറി അവിടെ ഇട്ടേച്ച് പോവുക, അല്ലെങ്കിൽ ട്രെയിനിൽ അടുത്തിരിക്കുന്നവർ ഓരോരുത്തർ വന്നിരിക്കുമ്പം ആ സീറ്റിൽ വെച്ചേച്ച് പോവുക, അല്ലെങ്കിൽ പോസ്റ്റ് ബോക്സ് ഇട്ടേച്ച് പോവുക. എന്തോ ഒരു എളുപ്പം. ഇതാണ് നമ്മൾ കൂടി ചെയ്യുന്ന വലിയൊരു സുവിശേഷ വില. എന്താണ്? എല്ലാ വീടിൻ്റെയും പോസ്റ്റ് ബോക്സിൽ കൊണ്ട് ഞാൻ ട്രാക്റ്റ് ഇട്ടിട്ട് പോയി. ഞാനിന്ന് 25 വീട്ടിൽ ട്രാക്റ്റ് കൊടുത്ത് 25 പേരെ നേടിയതുപോലെയായി പറയുന്നത്, അല്ലേ? ട്രാക്റ്റിനായിട്ട് സ്തോത്രം. ട്രാക്റ്റ് കൊണ്ട് രക്ഷിക്കപ്പെട്ട 1000-10,000 ഉണ്ട്. നല്ല ചരിത്രം ട്രാക്റ്റിനുണ്ട്. പക്ഷേ ഇതിങ്ങനെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടങ്ങ് സ്ലിപ്പ് ചെയ്തിട്ട് പോകുന്നതല്ല. ഇത് ബി ഓപ്പൺ, ബി ഓണസ്റ്റ്, ബി ട്രൂത്ത്ഫുൾ, ബി കോൺവെർസേഷണൽ എന്ന് പറയും. എന്താണ്? നമ്മൾ ഈ ട്രാക്റ്റ് കൊണ്ടിട്ടിട്ട് ഓടിക്കളയരുത്. എപ്പോഴും ഒരു ഡയലോഗ് ഓപ്പൺ ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടി നോക്കിയിരിക്കണം. ആരുമായിട്ടെങ്കിലും ഒന്ന് സംസാരിക്കണം. പക്ഷേ സംസാരിക്കണമെങ്കിൽ ഒരു ബന്ധം വേണം, അവരുടെ വിശ്വാസം നേടണം. അതല്ലാതെ പോയി സംസാരിക്കാൻ പോകരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലേ? ഇനി ഈ ഇൻറ്റൻഷണൽ ഇവാഞ്ചലിസത്തിന് ഇറ്റ് റിക്വയർസ് ലിസണിങ്. നമ്മളൊരാളോട് സുവിശേഷം പറയാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി തയ്യാറെടുത്ത് പോയിരിക്കുക. പക്ഷേ അവിടെ ചെല്ലുമ്പം അയാൾ നമ്മൾ പറയുന്നത് കേൾക്കാനല്ല നിൽക്കുന്നത്. അയാൾ ഇങ്ങോട്ട് അയാളുടെ കഥയും പുരാണവും പഴങ്കഥയും എല്ലാം പറയുമായിരിക്കും. സങ്കടവും വേദനയും ഒക്കെ പറയും. ചിലപ്പോൾ ക്രിസ്ത്യാനികളെ 4 കുറ്റവും പറയും. പക്ഷേ എന്ത് ചെയ്തേക്കണം? അത് അങ്ങ് കേട്ടേക്കണം. മലയാളത്തിൽ പറയും, ഞാൻ ചത്തിരുന്ന് തരാം, കൊന്നോ? എന്തായാലും എന്നെ കൊല്ലുകയല്ലേ, ഞാൻ ചത്തങ്ങിരുന്ന് തരാം, പിന്നെ കുഴപ്പമില്ലല്ലോ, അല്ലേ? ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ സുവിശേഷം പറയാൻ പോകുമ്പം ചിലരങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. ദാറ്റ്സ് ഓക്കെ. അതൊന്ന് കേട്ടോണം, അതൊന്ന് കേൾക്കണം. അത് കേൾക്കണമെന്ന് പറയുമ്പോൾ യു ഷുഡ് ബി ലിസണിങ് എന്ന് പറയുമ്പോൾ യു ഷുഡ് ബി ലിസണിങ് ടു 2 പാർട്ടീസ്. 2 പേരെ നിങ്ങൾ കേൾക്കണം. ആരാണെന്നറിയോ? ഒന്ന് ഈ പറയുന്ന ആളിനെയും കേൾക്കണം, 2 പരിശുദ്ധാത്മാ നിങ്ങളോട് എന്ത് പറയുന്നതെന്ന് കേൾക്കണം. നിങ്ങളൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ സംസാരിക്കാൻ പറ്റില്ല, അയാൾ ഇങ്ങോട്ടാണ് പറയുന്നത്. പക്ഷേ അയാൾ അത് പറയുമ്പോഴും നിങ്ങളിങ്ങനെ തലയാട്ടി കേട്ടുകൊണ്ടിരിക്കണം. കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളി പ്രാർത്ഥിക്കണം, കർത്താവേ എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്താണ് ഇവിടുത്തെ പ്രശ്നം? ദൈവം ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് എന്നെ അറിയിക്കണമേ. ഇവിടെ ഞാൻ എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്ന് എന്നെ ഒന്ന് അറിയിക്കണമേ. അടുത്ത് ഞാൻ എന്താണ് പറയേണ്ടത് എന്നെ ഒന്ന് അറിയിക്കണമേ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എന്ത് പ്രാർത്ഥിക്കണമെന്ന് എന്നെ ഒന്ന് അറിയിക്കണമേ എന്ന് നിങ്ങൾ ഉള്ളിലൊരു പ്രാർത്ഥനയോടെയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ 2 പേരെയാണ് കേൾക്കുന്നത്. ഈ വ്യക്തിയെയും കേൾക്കുന്നു, പരിശുദ്ധാത്മാവിനെയും കേൾക്കുന്നു. അങ്ങനെ വേണം. അടുത്തത്, ഇൻറ്റൻഷണൽ ഇവാഞ്ചലിസം റിക്വയർസ് സിൻസിയറിറ്റി. നമ്മളൊരാളോട് പറയുമ്പം ഓർക്കണം, അവിടെ ഒരു ആത്മാർത്ഥത കാണിക്കണം. ഈ ലോസ്റ്റ് പീപ്പിൾ ആർ നോട്ട് പ്രോജക്ട്സ്. ഇതെപ്പോഴും ഓർക്കണം. പ്രത്യേകിച്ച് ഇവാഞ്ചലിസ്റ്റിക് എന്താണ് പറയുന്നത്, ഈ ഓർഗനൈസേഷൻസിനൊക്കെ അറിയാം. പ്രത്യേകിച്ച് ഈ വെസ്റ്റേൺ, ഈ വിദേശത്തു നിന്ന് ഉള്ള ഈ വലിയ ഓർഗനൈസേഷൻസൊക്കെ, അവർക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സുവിശേഷീകരണമായിട്ടൊരു കാര്യം, അതൊരു പ്രോജക്റ്റാണ് അവർക്ക്. ഇപ്പം തിരുവനന്തപുരം ഒരു പ്രോജക്റ്റാണ്.
അല്ലേ? പക്ഷേ ലോസ്റ്റ് പീപ്പിൾ ആർ നോട്ട് പ്രോജക്ട്സ്. ദൈവം അവരെ പ്രോജക്ട്സായിട്ടല്ല കാണുന്നത്. ദൈവം അവരെ കാണുന്നത് മനുഷ്യരായിട്ടാണ്. സ്വന്തം ചായൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാ, അല്ലേ? ഈ പാതാളത്തിലേക്ക് ഈ പറഞ്ഞ പോലെ അടിവെച്ച് പോകുന്ന, അല്ലേ, മരണത്തിനായിട്ട് വിറച്ചും കൊണ്ട് പോകുന്നവരെ എന്ത് ചെയ്യണം? അവരെ പിടിച്ചതിൽ നിന്ന് മാറ്റി രക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ തീയിലോട്ടിങ്ങനെ ഇരിക്കുക, പക്ഷെ അവരെ വിറവുള്ളി തീയിൽ നിന്ന് അടുപ്പിൽ നിന്ന് വലിച്ചെടുക്കുന്ന പോലെ വലിച്ചെടുക്കണം, അല്ലേ? അതുകൊണ്ട് പ്രോജക്ട്സ് അല്ല. നിങ്ങളുടെ വീട്ടിലുള്ള രക്ഷിക്കപ്പെടാത്തൊരു പ്രോജക്ട്സ് അല്ല, ഒരു വ്യക്തിയാണ്, ഒരു വിലയേറിയ ആത്മാവാണ്. ഇനി ആത്മാവിൻ്റെ വില എത്രയെന്നറിയാമോ? ആത്മാവിൻ്റെ വില മുഴു ലോകത്തെക്കാട്ടിലും വിലയേറിയതാ. അത്ര വിലയേറിയ ആത്മാക്കളാണ് നമ്മുടെ ചുറ്റും ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാവും. അപ്പോൾ അവരോട് ഒരു പ്രോജക്റ്റായിട്ടല്ല കാണേണ്ടത്, അവരെ വിലയേറിയവരായി കണ്ട് വേണം അവരോട് പറയാൻ. ചിലർക്ക് ഞാൻ ഈ പറഞ്ഞ ഒരു മാസത്തിൽ ഞാൻ 10 പേരോടെങ്കിലും സുവിശേഷം പറയുന്നുണ്ട്. അപ്പം ഞാൻ 1, 2 ചെക്ക് 8 എണ്ണോ, അതിന് 2 കൂടെ ഉണ്ട്. ഓക്കെ, 1 ഇത് 2 9 10. നമ്മുടെ ചെക്ക് ലിസ്റ്റിലെ ഐറ്റം അല്ല ഇത് മനുഷ്യരെന്ന് പറയുന്നത്. ഇനി ചിലർക്ക് യു വാണ്ട് ടു ഫീൽ ഗുഡ് വെൻ യു ഇവാഞ്ചലൈസ്. അത് അങ്ങനെയുള്ള ഒത്തിരി പേരെ എനിക്കറിയാം. അതായത് ഈ ഒരാളുടെ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം. അത് 4 പേരോടും കൂടി ഇങ്ങനെ പറയും. ഞാൻ ദൈവകൃപയാൽ ഇന്നലെ എൻ്റെ വീട്ടിൽ വരുന്ന മെയ്ഡിനോട് ഞാൻ എന്ത് ചെയ്തു, മെയ്ഡ് 500 രൂപ ചോദിച്ചു, ഒരാഴ്ചയായിട്ട് കൂടെ ചോദിച്ചുകൊണ്ട് പുറകെ നടക്കുന്നത് കൊടുക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഇന്നലെ എന്തോ പറഞ്ഞു. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഇരുന്ന് കേട്ടു. 500 രൂപ കിട്ടട്ടെന്ന് പറഞ്ഞാണ് അവൾ കേട്ടത്. അവൾക്ക് അറിഞ്ഞൂടെ നിങ്ങൾ ആരാ മോളെന്ന്. 500 രൂപ അവൾ ഒരാഴ്ചയായിട്ട് ചോദിക്കുന്നു, ഇന്നെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങളങ്ങോട്ട് ഇന്നത്തെ പ്രസംഗം കേട്ട് ഇന്ന് നാളെ സുവിശേഷം പറയുമ്പോൾ ഓർത്തോണം നിങ്ങളുടെ മെയ്ഡിനോട്. അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഫീൽ ബെറ്റർ, അതിനുവേണ്ടിയല്ല സുവിശേഷം പറയേണ്ടത്. ഇവിടെയാണ് ശരിക്കും ഇറ്റ് റിക്വയർസ് സാക്രിഫൈസ്. ത്യാഗപരമായിരിക്കണം. അതായത് വില കൊടുത്തു വേണം സുവിശേഷം പറയാൻ. ഇനി സാക്രിഫൈസ് ഓൾവേസ് ഹേർട്സ്. എന്താണ്? നമ്മളെ മുറിവേൽപ്പിക്കും, നമ്മളെ വേദനിപ്പിക്കും. ഒരാളോട് കൊണ്ട് വലിയ കാര്യമായിട്ട് ട്രാക്ട് കൊടുത്ത് അയാൾ നമ്മുടെ മുമ്പ് വെച്ച് കീറി അങ്ങ് എറിഞ്ഞു, ഹർട്ടാവോ ഇല്ലയോ? തീർച്ചയായിട്ടും. ഓൺലൈനിൽ പറയാൻ കൊള്ളത്തില്ല. പണ്ടൊരു ദേവദാസൻ ഒരു എയർപോർട്ടിൽ വെച്ച് ചെയ്തൊരു കാര്യം എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പുള്ളി വലിയ കാര്യമായിട്ട് സുവിശേഷം പറഞ്ഞപ്പോൾ അയാൾ തിരിച്ച് ഇൻ ദ നെയിം ഓഫ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ദേവൻ്റെ പേര് പറഞ്ഞിട്ട് ഐ കേഴ്സ് യു എന്ന് പറഞ്ഞു, ഞാൻ നിന്നെ ശപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ എഴുന്നേറ്റ് പോയി. ഉടനെ നമ്മുടെ ദേവദാസന് എന്താണ് റൈച്ചസ് ഇൻഡിഗ്നേഷൻ വന്നു. എന്താണ്? അദ്ദേഹം ചാടി എഴുന്നേറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെയും ശപിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ചാടി എഴുന്നേറ്റപ്പോഴാണ് പെട്ടെന്ന് പരിശുദ്ധ അപ്പം പെട്ടെന്ന് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ ബ്ലസ് യു. അത് ശരിക്കും ആദ്യമായി വന്ന അതല്ല, ചാടിക്കയറി തിരിച്ച് അപ്പോഴാണ് ഓർത്തത് നിന്നെ ശപിക്കുന്നവരെ. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ കൊടുത്ത ട്രാക്റ്റ് മര്യാദയ്ക്ക് വാങ്ങിച്ചിങ്ങനെ ചിരിച്ചിട്ട് പോയാൽ സന്തോഷം. പക്ഷെ അവരെന്തെങ്കിലും തിരിച്ചെന്തെങ്കിലും ഒന്ന് പെരുമാറിയാൽ അവിടാണ് നമ്മുടെ സാക്രിഫൈസ് കാണാനിരിക്കുന്നത്, അല്ലേ? വളരെ ത്യാഗപരമായിട്ട് മാത്രമേ ഈ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റൂ. ഈ ട്രാക്റ്റ് അല്ല കേട്ടോ, ഞാൻ സുവിശേഷം ചെയ്യണമെന്ന് ട്രാക്റ്റ് അല്ല എൻ്റെ ഉദ്ദേശം. സുവിശേഷം പറയുമ്പം അവിടെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അവിടെ നമ്മൾ കുറയണം, അവനോ വളരണം. ഇത് പലപ്പോഴും നമ്മൾ ഈ ചെന്ന് പങ്കുവയ്ക്കുമ്പം നമ്മുടെ ദൈവം ചെറുതും നമ്മളങ്ങ് ഹീലിയം നിറച്ച ബലൂൺ പോലെ അങ്ങ് നിൽക്കുക. അവർക്കും കൂടെ തോന്നണം, അയ്യോ ഇയാൾ എത്ര എളിമയുള്ളൊരു മനുഷ്യനാണ്, ഇതെന്ത് താഴ്മയുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെയാണ് ഇവരുടെ ദൈവം ഒരു വലിയ ദൈവമാണ്. നമ്മൾ ആ വലിയവനായ ദൈവത്തെ ഉയർത്തി നിർത്തണം. എന്നിട്ട് നമ്മളൊന്ന് താണിരിക്കണം. ഇത് നമ്മൾ കയറി മസിൽ പിടിച്ചാണ് നിൽക്കുന്നത്. പിന്നെ എങ്ങനെ? ഒന്ന് സൂക്ഷിക്കണം. അവിടെ ആ ഒരു താഴ്മയും ആ ത്യാഗവും നമുക്ക് ധാരാളം വേണം. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ദുഷ്ടത എന്തുവാണെന്നറിയാം? The most evil thing that you can do is intentionally prevent another from hearing God's truth. ദൈവിക സത്യം അല്ലെങ്കിൽ സുവിശേഷം
ഒരാൾക്ക് ലഭിക്കാതെ വണ്ണം അത് തടയാൻ നിങ്ങൾക്ക് കഴിയും. അതെങ്ങനെ? നിങ്ങൾ പറയാത്തതുകൊണ്ട്. നിങ്ങൾ പറയാത്തതുകൊണ്ട് അയാൾ കേട്ടില്ല. അതായത് അയാൾ കേൾക്കേണ്ടിയിരുന്ന, ദൈവം കേൾക്കണമെന്ന് ആഗ്രഹിച്ച് ദൈവിക സത്യം അയാൾക്ക് തടയപ്പെട്ടു. ആരാ തടഞ്ഞത്? നിങ്ങൾ തന്നെ. നമ്മളാ തടയുന്നേ. നമ്മൾ പറയാത്തടത്തോളം കാര്യം നമ്മളത്, അദ്ദേഹത്തോട് ദൈവം ആ സന്ദേശം പറയാൻ വെച്ചിരുന്നൊരു ഉപകരണമാണ് ഞാൻ, ഒരു ചാനലാണ് ഞാൻ. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു? പറയത്തില്ല എന്നങ്ങ് തീരുമാനിച്ചങ്ങ് ഉറച്ചിരിക്കുക. അതിന് പല കാരണം കാണും. എനിക്ക് പേടിയായിരിക്കും പറയാം, എനിക്ക് നാണമായിരിക്കും, പലതും കാണും. പക്ഷേ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത് എന്താണ്? ദാറ്റ്സ് എ ഈവിൾ തിങ്. അതൊരു ദുഷ്ടതയാണ് നിങ്ങൾ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദുഷ്ടന്മാരൊക്കെ ഒന്ന് കൈപോകിക്കേ. സുവിശേഷം, അതായത് അയാൾക്ക് ദൈവം അദ്ദേഹത്തോട് സംസാരിക്കാനുണ്ട്, ആ സദ്വർത്തമാനം, അത് ഞാനും നിങ്ങളും കൊടുക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് കേൾക്കാനുള്ള അവസരം നമ്മൾ നിഷേധിക്കുക. ശരിയല്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാത്തവർ ഇപ്പോഴും രക്ഷിക്കപ്പെടാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് അതിനുള്ള അവസരം ഈ പറഞ്ഞ പോലെ കിട്ടിയില്ല ശരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആരും അറിഞ്ഞു? ആ തള്ളയെടുത്ത് എത്ര വട്ടം ഞാൻ പറഞ്ഞതാ, അതായത് നിങ്ങളുടെ അമ്മായിയമ്മ. നിങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ തള്ള ഇപ്പോഴും രക്ഷിക്കപ്പെടാത്തത്. പറയേണ്ട പോലെ ആ തള്ളയുടെ വിശ്വാസം നേടണം ആദ്യം. ഇനി ഇതൊക്കെ സംഭവിക്കുമ്പോഴും സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാര്യം അതെന്താ? രക്ഷിക്കപ്പെടുവാൻ ദൈവശക്തിയാണ് സുവിശേഷം. ഇതൊന്നും മനസ്സിലാക്കണം. നിങ്ങളുടെ ഈ എലോക്വൻസ്, നിങ്ങളുടെ ഈ വാചക കസർത്ത് കൊണ്ടൊന്നും ആരും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. ഈ നിങ്ങൾ കൊടുക്കുന്ന സുവിശേഷം, നിങ്ങൾ പറയുന്ന സുവിശേഷം, നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന സുവിശേഷം, അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതികൾക്ക് വ്യത്യാസം കാണും. ചിലപ്പോൾ നന്നായിട്ട് പറഞ്ഞു പിടിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ല, വേണ്ടെന്ന്. പക്ഷേ ആ പറയുന്ന വാക്കിൽ ശക്തിയുണ്ട്, പവർ പാക്ഡാണ്. നല്ലോണം ഓർക്കണം, ഗോസ്പൽ ഈസ് പവർ പാക്ഡ്. മറ്റു വാക്കുകൾക്കൊന്നും പവറൊന്നുമില്ല. അപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഒന്ന് വലിയ പ്രസംഗം പ്രസംഗിക്കും, അതിനകത്തൊന്നും പവറൊന്നുമില്ല, എന്നിട്ട് തന്നെ അദ്ദേഹം ആയിരങ്ങളെ സ്വാധീനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പാവപ്പെട്ട നമ്മൾ, നമുക്ക് പറയാനൊന്നും അറിയത്തില്ല, പക്ഷേ ഈ സുവിശേഷം ഒന്ന് പതുക്കെ യേശുവിൻ്റെ സ്നേഹം, സദ്വർത്തമാനം ഒന്ന് അവതരിപ്പിച്ചേ, അതിലൊരു ശക്തി ഉണ്ടെന്ന്. ആ ശക്തി പോയി എന്ത് ചെയ്യും? നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. അതേറിയ നാൾ കഴിഞ്ഞ് മടങ്ങി വരും. എന്നിട്ട് അർത്ഥം there will be a change. നമ്മൾ പ്രാർത്ഥനയോടെ ആ സുവിശേഷം ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇനി faithful evangelism is so crucial to the health of a church. ഒരു സഭയുടെ ആരോഗ്യത്തിന് വളരെ വേണ്ടുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? വിശ്വസ്തയോടുകൂടെ സുവിശേഷീകരണം നടത്തുക, വിശ്വസ്തയോടെ പാട്ട് പാടുക, വിശ്വസ്തയോടെ പ്രസംഗിക്കുക, വിശ്വസ്തയോടെ കൂട്ടായ്മ ആചരിക്കുക, വിശ്വസ്തയോടെ പോയി ചോറുണ്ണുക. ഇത്രയുണ്ടെങ്കിൽ സഭ ആരോഗ്യത്തിൽ വളരും എന്നല്ല ഞാൻ പറഞ്ഞത്. വിശ്വസ്തയോടുകൂടെ സുവിശേഷം അറിയിക്കുക. 2024 മറ്റെല്ലാം അവിടെ നടക്കട്ടെ, പക്ഷേ അതിനെക്കാട്ടിലും അധികമായി നമ്മൾ ഓരോരുത്തരും ഈ യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിരിക്കണം. അതാണ് ഇൻറ്റൻഷണൽ ഇവാഞ്ചലിസം എന്ന് പറയുന്നത്. ഓക്കെ, പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യാം? ഇപ്പം നിങ്ങൾ ചിന്തിക്കും, പക്ഷേ ആ പറഞ്ഞ ട്രാക്ട് ഇവിടെ ഉണ്ടോ? ഒരു 5 എണ്ണം ഞാനും കൂടെ കൊണ്ടുപോകാം. അപ്പം അങ്ങോട്ട് എന്തായാലും ഓട്ടോ പിടിക്കും. ആ ഓട്ടോക്കാർ ഇവിടുന്ന് പോകുന്ന എല്ലാവരും അങ്ങ് ട്രാക്ട് കൊടുക്കുക. ഈ താഴെ കിടക്കുന്ന ഓട്ടോക്കാരൻ ഇതിനോടൊക്കെ എത്ര ഓട്ടം രക്ഷിക്കപ്പെട്ട് കാണും? നിങ്ങളെല്ലാവരും കൊടുക്കുന്ന അവനല്ലേ? അവൻ ആലോചിക്കായിരിക്കും. 2 രൂപ കൂടുതൽ കൊടുക്കത്തില്ല അവന്, പക്ഷേ ട്രാക്ട് കൃത്യമായിട്ട് കൊടുക്കും. വേണേൽ ഒന്നുകൂടെ തരാമെന്നാണ് പറയുന്നത്. അവൻ പറയുന്നത് എനിക്ക് ഇത്രയും പോരാ, 5 രൂപയും കൂടെ തരണം. അത് തരത്തില്ല. എന്തോ തരാം? ട്രാക്ട് തരാം. ഇതായ പ്രശ്നം. പ്രാക്ടിക്കലി ഐ എം ടെല്ലിങ് സംതിങ്. എന്താണ്? ഐഡൻറ്റിഫൈ 2-3 പീപ്പിൾ, 1-2 പേര്, ഒരുപാട് വേണ്ട, അല്ലെങ്കിൽ മാക്സിമം ഒരു 4 പേര്, ഒരു ചെറിയ ഗ്രൂപ്പ്. ഇതൊരു ക്ലസ്റ്ററാണെന്ന് കൂട്ടിക്കോ. ഒരു 2-3 പേര്, 4 പേര് മാക്സിമം, ഒരു ചെറിയ ഗ്രൂപ്പ് ആകുക. എന്നാൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ഫോർ എൻകറേജ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. അന്യോന്യം ഒരു കണക്ക് ബോധിപ്പിക്കാനും അന്യോന്യം ഒന്ന് എൻകറേജ് ചെയ്യാനും വേണ്ടി ഒരു ഗ്രൂപ്പ്. എന്നിട്ട് നിങ്ങൾ 4 പേരും കൂടി ഇരുന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ രക്ഷിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്തായാലും ചിലർ കാണും. അവരുടെ പേര് നിങ്ങൾ 4 പേരും ഒന്ന് എഴുതുക. നിങ്ങളുടെ പേപ്പർ എടുത്ത് നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ എഴുതി കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് അത് കൈ കൊണ്ടുവന്നിട്ട് ഒത്തിരി 150 പേരൊന്നും എഴുതി കൊണ്ടുവരണ്ട, ഒരു 10 പേര് അല്ലെങ്കിൽ 5 പേരുടെ പേര് എഴുതി കൊണ്ടുപോവാ. എന്നിട്ട് ഈ ചെറിയ ഗ്രൂപ്പിൽ നിങ്ങൾ ഇരുന്നിട്ട് എപ്പോഴെങ്കിലും ഒരു ദിവസം
നമുക്ക് കുടുംബം ഇതാണ് 4 പേരും വെച്ചേ, 4 പേരും വെച്ച് ഇതാണ് എൻ്റെ 5 പേര്, ഇതാണ് എൻ്റെ 5 പേര്. ശരി, നിങ്ങൾ 4 പേരും അന്യോന്യം കർത്താവെ ഞങ്ങൾ ഈ പേര് വെച്ചിരിക്കുന്ന, എന്നിട്ട് അടുത്തടുത്ത് തന്നെ കർത്താവെ എൻ്റെ സഹോദരി, എൻ്റെ ഈ സഹോദരൻ ഈ ആഴ്ച അല്ലെങ്കിൽ വരുന്ന ആളുകളിൽ ഈ 5 പേരോട് എങ്ങനെയെങ്കിലും യേശുവിൻ്റെ സ്നേഹം പറയാൻ പോകുമ്പോൾ ദൈവമേ ആ മകന് വേണ്ടുന്ന കൃപ കൊടുക്കണം, അതിന് വേണ്ടുന്ന ജ്ഞാനവും പരിജ്ഞാനവും കൊടുക്കണം, അതിനുള്ള അഭിഷേകം കൊടുക്കണം, അതിനുള്ള വാക്കുകൾ കൊടുക്കണം, അതിനുള്ള അവസരങ്ങളെ തുറന്നു കൊടുക്കണമേ എന്ന് നിങ്ങൾ അന്യോന്യം 4 പേരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് പ്രാർത്ഥിക്കേണ്ടത്, ലോർഡ് ഇവരോട് എങ്ങനെ പോകണം, മേക്ക് എ പ്ലാൻ ഫോർ ഗോസ്പൽ ഓപ്പർച്യൂണിറ്റീസ്. എന്താണ്? ഇവരോട് എങ്ങനെയാണ് ഈ സുവിശേഷം ഒന്ന് ചെന്ന് പറയേണ്ടതെന്നുള്ളതിന് ഒരു അവസരം നിങ്ങളുണ്ടാക്കണം. ഒരു കൊച്ചു ഉദാഹരണം പറയാം. ഇന്നലെ ഇവിടെ നമ്മുടെ യങ് കപ്പിൾസ് കൂടി. അപ്പം അവരുടെ ഒരു തീരുമാനം അവർ പറയുമായിരുന്നു, 25 യങ് കപ്പിൾസ് ഈ ചർച്ചയുണ്ടെന്നാണ്. പക്ഷേ ഇന്നലെ കൂട്ടിയപ്പോൾ 30 കേട്ടോ അത്. അപ്പോൾ ഈ 30 പേര് അടുത്ത 2ാം ശനിയാഴ്ച അവരൊരു ട്രീറ്റ് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് ഈ 30 കുടുംബങ്ങൾക്ക് പരിചയമുള്ള, ഓരോരുത്തർക്കും പരിചയമുള്ള വേറൊരു കപ്പിൾ എന്തായാലും കാണും. ശരിയല്ലേ? അല്ലേ? എവ്രി കപ്പിൾ വിൽ ഹാവ് അനദർ കപ്പിൾ ആസ് ദ ഫ്രണ്ട്, എ ഗുഡ് ഫ്രണ്ട്. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരു ആളിനെ വിളിക്കാൻ ഉദ്ദേശിക്കുകയാണ് എന്ന് അവർ തീരുമാനിച്ചാൽ ഈ 30 പേര് ഓരോരുത്തരെ വീതം വിളിക്കുമ്പോൾ 30 പേരും കൂടായി. അവർ 30 പേരും കർത്താവിനെ അറിയാത്തവരായിരിക്കും തീർച്ചയായിട്ടും. അങ്ങനെയുള്ളവരെ വിളിക്കാവും. എന്നിട്ട് അവരെ കൊണ്ടുവരിക. അവരെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരരുത്, അവരെ കൂട്ടായ്മയ്ക്കും കൊണ്ടുവരും, അവരെ ബൈബിൾ സ്റ്റഡിക്കും കൊണ്ടുവരരുത്, അതിനൊന്നും കൊണ്ടുവരും, അവരെ പേടിപ്പിച്ചുകളയരുത്. ഇവിടെയും കൊണ്ടുവരരുത്. എവിടെയെങ്കിലും ഒരു ഹോട്ടലോ എന്തെങ്കിലും എടുത്തിട്ട് ഒരു ഈവനിങ്ങോ അല്ലെങ്കിൽ ഒരു റിലാക്സ്ഡ് ആയിട്ടൊന്നും കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കേഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. പണ്ട് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് യൂത്ത് ഫെലോഷിപ്പ് മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ഒരു പരിപാടി ചെയ്തു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്നൊരു 10, 25, 30 ചെറുപ്പക്കാർ ഒന്നിച്ച് വന്നോട്ട്. അന്ന് സൺഡേ മോർണിംഗ് അല്ല, സൺഡേ ഈവനിങ്ങാണ്. അന്നൊരിക്കൽ ഒരു ആശയം ഞങ്ങൾ പറഞ്ഞു, പിള്ളേരോടൊക്കെ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഇറ്റ്സ് സ്പെഷ്യൽ സൺഡേ. അതിൽ എന്തു പറ്റി? വി ആർ ഹാവിങ് എ ബാഫ സൺഡേ. ബാഫ എന്തുവാ? BAFA, ബ്രിങ് എ ഫ്രണ്ട് അലോങ്. എല്ലാവരോടും പറഞ്ഞു, ഓക്കെ, ചെറിയൊരു സാധനമൊക്കെ അടിച്ച് എല്ലാവർക്കും കൊടുത്തു. ഓക്കെ, അടുത്ത ആഴ്ച ഒരു ഫ്രണ്ടിനെ കൊണ്ടുവരണം. എല്ലാവരും വലിയ എക്സൈറ്റഡ് ആയിട്ട് അത് മേടിച്ചുകൊണ്ട് പോയി. അടുത്ത ആഴ്ച എല്ലാവരും കൊണ്ടുവന്നു. അന്ന് എനിക്ക് ഇപ്പോഴും പട്ടം ചെയ്യുന്നുണ്ട്. നമ്മളൊരു 50 പേരെ പ്രതീക്ഷിച്ചപ്പോൾ എല്ലാം കൂടെ 100 പേര് വന്നു. അവസാനം വട തികഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ. അന്നത്തെ ഏറ്റവും വലിയ നമ്മുടെ സ്നാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വട. അത് ഒരുപാട് പേര് വന്നു. എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരെല്ലാവരുടെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ടിരിക്കും വന്നു. അല്ലേ? ബ്രിങ് എ ഫ്രണ്ട് അലോങ്. അടുത്ത ആഴ്ച നമുക്കൊരു ബ്രിങ് എ ഫ്രണ്ട് അലോങ് ബാഫ സൺഡേ ആക്കിയാലോ? വിളിച്ചുകൊണ്ട് വരുമോ? ഞാൻ വിളിച്ചിട്ട് എൻ്റെ ഭാര്യ പോലും വരുന്നില്ല. പിന്നെയാണ് ഞാനിനി ഫ്രണ്ടിനെ വിളിച്ചോണ്ട്. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇതൊക്കെ പ്രാക്ടിക്കൽ വേസ്. അതാണ് ഞാൻ പറഞ്ഞത്. പ്ലാൻ ഗോസ്പൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ യങ് കപ്പിൾസ് ആർ പ്ലാനിങ് സംതിങ് ലൈക്ക് ദാറ്റ് സോ ദാറ്റ് ദേ ക്യാൻ ഇൻവൈറ്റ് എ ഫ്രണ്ട്, എ കപ്പിൾ ആൻഡ് ബ്രിങ്. അല്ലേ? അവരെ കൊണ്ടുവന്നിട്ട് അവർ വന്നില്ല, അവർ 2-3 മണിക്കൂർ അവരെന്തായാലും കാണും. അപ്പോൾ അവർ ലെറ്റ് ദം പ്ലാൻ. അവർ പ്രാർത്ഥിച്ചൊരു പ്ലാൻ ഉണ്ടാക്കട്ടെ. അതിലവരുടെ ഇടയ്ക്ക് അവരുടെ ഷെയറിങ്ങിനകത്ത് അവരുടെ ഈ സാക്ഷ്യമൊക്കെ ഒന്ന് പറയുന്ന നല്ലതാ. ആ കൂട്ടത്തിൽ പതുക്കെ എവിടെയെങ്കിലും കൊണ്ട് എവിടെയും കർത്താവിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലേ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദാറ്റ്സ് എ വെരി ഗുഡ് ഗോസ്പൽ ഓപ്പർച്യൂണിറ്റി. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, 2 ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇതുപോലൊക്കെ യു ഫൈൻഡ് ഔട്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ദൈവം ജ്ഞാനം തരും, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കും. എങ്ങനെയെങ്കിലും ഈ ചെറിയ ഗ്രൂപ്പ് ചിലരുടെ പേരെഴുതി വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ അതിനുവേണ്ടി അവസരങ്ങൾ ഒരുക്കി കണ്ടെത്തി ഉണ്ടാക്കി നിങ്ങൾ ഈ പറഞ്ഞ പോലെ യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ. എന്നിട്ട് ഈ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് അന്യോന്യം ഒന്ന് അക്കൗണ്ടബിൾ ആയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഈ 4 പേര് അന്യോന്യം ചോദിക്കണം, അന്നൊരു 4 പേരെ എഴുതി വെച്ചിട്ട് എന്തായി, വല്ലതും നടന്നാ? ഞാനിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരാ. ഒരവസരം ഉണ്ടാക്കി ഈ കർത്താവിനെ പരിചയപ്പെടുത്തണം, അല്ലേ? അപ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റിയാണ്. ഞാൻ എൻ്റെ 4 പേരെയും ഞാൻ ചെന്ന് കണ്ടു. ഞാൻ ഈ ദിവസങ്ങളിൽ വിളിച്ച് ഞാൻ അവർക്കുമായിട്ട് സമയം ചെലവഴിച്ച് എൻ്റെ വീട്ടിൽ കൊച്ചുകുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അതിന് ഞാൻ വിളിച്ചു ഒരാളിനെ, വന്നു അല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവസരം ഉണ്ടാക്കി യേശുവിൻ്റെ സ്നേഹം നമ്മൾ പറയണം. അതിനുള്ള ഒരു ചലഞ്ചാണ് ഇന്ന് ഞങ്ങൾ തരുന്ന പ്രിയപ്പെട്ടവരെ, അല്ലേ? ഇവിടെ പൗലോസ് പോലും ഒരു വാക്യം വായിച്ച് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 19-ഉം 20-ഉം. എഫീഷ്യൻസ് ചാപ്റ്റർ 6:19 and 20. എഫേസ്യർ 6:19-ഉം 20-ഉം. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടനും പ്രാർത്ഥിപ്പീൻ. ഇപ്പം മനസ്സിലായോ? അന്യോന്യം പ്രാർത്ഥന നിങ്ങൾ ചോദിക്കണം.
ഇത്രയും വലിയ അപ്പോസ്തലൻ പറയുക, ഞാനേ അവസരം കിട്ടുമ്പോൾ വാ തുറക്കുമ്പോഴേ നന്നായിട്ട് എങ്ങനെയൊക്കെ പറയണം, നല്ല സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാനും അതിനു മുമ്പ് എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം കിട്ടാനും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ലുക്ക് അറ്റ് ദി ഹ്യൂമിലിറ്റി ഓഫ് പോൾ, അല്ലേ? അദ്ദേഹം എന്ത് വലിയ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം എപ്പോഴും ചോദിക്കുന്നു, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് നന്നായിട്ട് വചനം എൻ്റെ വായി വരാനും നന്നായിട്ട് പ്രാഗൽഭ്യത്തോടെ അത് പറയാനും എനിക്ക് കൃപ തരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണേ. കേട്ടോ, ആ പ്രാർത്ഥനയുടെ ആ ഒരു ശക്തി ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇന്നലെ ഒരിടത്ത് ശുശ്രൂഷിച്ചപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു, അതിൻ്റെ ശക്തി ഞാൻ അനുഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചു ഇനി എല്ലാവരോടും എപ്പോഴും ഞാൻ പ്രാർത്ഥന ചോദിക്കാൻ പോവാം. പ്രാർത്ഥന ചോദിക്കുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാം, ഐ എം സോ മച്ച് കോൺഫിഡൻറ്റ് മൈസെൽഫ്. എനിക്ക് അല്ലെങ്കിലും പറയാൻ അറിയാം, എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, എനിക്ക് സുവിശേഷം പറയാൻ അറിയാം, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു അഹങ്കാരമാണ്, ഒരു പ്രൈഡാണ് അവിടെ കാണുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അന്യോന്യം അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ നാളെ ഒന്ന് പോവുകയാണ് അങ്ങോട്ട്, കേട്ടോ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണേ. ഓക്കെ, ഞാൻ ഉച്ച കഴിഞ്ഞാൽ പോകുന്നത്, ഓക്കെ, പ്രാർത്ഥിച്ചോണേ. ഓക്കെ, ഇങ്ങനെ പ്രാർത്ഥന ചോദിക്കുക അന്യോന്യം, അല്ലേ? അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അവസരങ്ങൾ തുറക്കും. ഇനി അവിടെ ഈ കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അവിടെ 3-4 ഇത് തന്നെ പൗലോസിന് ആരോട് ചോദിക്കുമ്പോഴും പ്രാർത്ഥനാ വിഷയതേ ഉള്ളൂ. എന്താണ്? എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു കണ്ടോ, വചനത്തിന്റെ വാതിൽ തുറന്നു തരാൻ വേണ്ടിയും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. കണ്ടോ, പൗലോസ് ഒരു ടീമായിട്ട് പോവാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വചനത്തിന്റെ വാതിൽ തുറന്നു തന്നാൽ അത് കൃത്യമായിട്ട് അത് വെളിപ്പെടുത്തി കൊടുക്കണം മറ്റുള്ളവർക്ക്. അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ലുക്ക് അറ്റ് ദ പ്രയർ റിക്വസ്റ്റ് ഓഫ് പോൾ. ഇതല്ലാതെ പൗലോസ് വേറെ ഒന്നും പ്രാർത്ഥന ചോദിച്ചിട്ടില്ല, അതറിയാമോ? നമ്മളൊക്കെ ആയിരുന്നെങ്കിലോ, മുകളിലത്തെ നില വെക്കണം കേട്ടോ, നമ്മൾ പെർമിറ്റൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്, പക്ഷേ ഇതുവരെ ലോണ് സാങ്ഷനായില്ല, പ്രാർത്ഥിക്കണം കേട്ടാ. ഇന്നത്തെ പൗലോസ് ഇതും പറഞ്ഞുകൊണ്ട് നടക്കും. അന്നത്തെ പൗലോസ് എന്താ പറഞ്ഞത്? വചനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടാനും അത് ശരിയായിട്ട് വെളിപ്പെടുത്തി കൊടുക്കാനും വേണ്ടി പ്രാർത്ഥിക്കണേ. ഇതാണ് പ്രശ്നം. കാലം പോയ പോക്ക് കണ്ടോ പ്രിയപ്പെട്ടവരെ? ഇനി നമ്മൾ അന്യോന്യം പ്രാർത്ഥനാ വിഷയങ്ങളില്ല, പ്രാർത്ഥന ആവശ്യങ്ങൾ അന്യോന്യം ചോദിക്കേണ്ടത് ഇങ്ങനത്തെ വിഷയമായിരിക്കണം. ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 1-2 പേരെ ഞാനൊന്ന് ടാർഗറ്റ് ചെയ്തിരിക്കുക. അവരോട് പതുക്കെ ഞാനൊന്ന് യേശുവിനെ പറ്റി പറയാൻ പോവുക. ഞങ്ങളുടെ അടുത്ത വീട്ടുകാർ അവർ ഭയങ്കര പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കുക. ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വിളിക്കുന്നുണ്ട് ഒരു കാര്യത്തിന്. അപ്പം ഞങ്ങൾ പതുക്കെ യേശുവിനെ പറ്റി ഒന്ന് പറയും, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതൊക്കെ ആയിരിക്കണം ഇനി നമ്മുടെ പ്രാർത്ഥന അപേക്ഷകൾ അന്യോന്യമുള്ള. എത്ര പേര് തീരുമാനിക്കും പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന അപേക്ഷകൾ. അല്ലാത്ത കാര്യങ്ങളൊക്കെ വിടാൻ പ്രിയപ്പെട്ടവരെ. ചർച്ച് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ഫോർ ക്രൗഡ്സ്, റാദർ ഇറ്റ് ഷുഡ് ബി എ വെഹിക്കിൾ വെയർ ഗോസ്പൽ ഷെയറിംഗ് പീപ്പിൾ വിൽ ഗോ ടു ദി എൻഡ്സ് ഓഫ് ദി എർത്ത്. സുവിശേഷം പങ്കുവയ്ക്കുന്ന വിശ്വാസികൾ എല്ലാവരോടും പോയി സുവിശേഷം പങ്കുവയ്ക്കുന്ന അവർ സഞ്ചരിക്കുന്ന ഒരു വാഹനമായിരിക്കണം ദൈവസഭ. ഇത് ദൈവസഭയും വാഹനമാണ്. പക്ഷേ എന്താണ് ഫീഡർ സ്റ്റേഷൻ എന്ന് പറഞ്ഞ KSRTCക്ക് ഒരു സാധനമുണ്ട്. ഒരു കട്ടപ്പുറത്തിരിക്കുന്നൊരു ബസ് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് 2-3 മേശയും കസരയിട്ട് ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുവഴി പോകുന്ന ട്രാൻസ്പോർട്ട് ബസ് അവിടെ നിർത്തി എന്തോ ഒന്ന് പഞ്ച് ചെയ്യണം. അപ്പോൾ ഈ വണ്ടിക്ക് 4 വീലും ഇല്ല, ഒന്നുമില്ല, കട്ടപ്പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കുക. അതും ദൂരെ നിന്ന് കണ്ട ബസ്സാണ്. ഇതുപോലെ കട്ടപ്പുറത്തിരിക്കുന്നൊരു ബസ്സാണ് ഇന്നത്തെ സഭ. ഇവിടെ അടിപൊളി നമ്മുടെ മുഖ്യമന്ത്രി പോയ ബസ്സൊക്കെ എന്തോ ഒരു ബസ്സുകളാണ്. അങ്ങനത്തെ ബസ്സുകൾ ഇറങ്ങുന്ന കാലത്താണ് ഇവിടെ 4 വീലിരുന്ന സ്ഥാനത്ത് ഇപ്പം കട്ട വെച്ച് പൊക്കി വെച്ചിരിക്കുക, മറ്റേ ഡ്രം എടുത്ത് വെച്ച് അതിൻ്റെ മണ്ടേ വെച്ചിരിക്കുക. എന്നിട്ട് പെയിൻ്റൊക്കെ അടിച്ച് കൃത്യമായിട്ടും യേശു മാറാത്തവൻ ഒന്ന് ഓടിപ്പോന്ന്. ചർച്ച് ഇസ് എ വെഹിക്കിൾ ദാറ്റ് ടേക്സ് ഗോസ്പൽ ഷെയറിംഗ് പീപ്പിൾ ടു പ്ലേസസ്. സുവിശേഷം അറിയിക്കുന്ന സുവിശേഷ തൽപരരായ വിശ്വാസികളെ കയറ്റി ഓടിപ്പോകുന്ന ഒരു വാഹനമാണ് ദൈവസഭ. ഒരുപക്ഷെ നിങ്ങളിങ്ങനെ ഒരു ആശയം ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഈ ദിവസങ്ങളിങ്ങനെ പല ആശയങ്ങളും ദൈവം തരുന്ന ആശയങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്തോത്രം, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങളാണ് ആദ്യ സാക്ഷികൾ. പക്ഷേ ലോകത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ നിന്ന് അനേകർ കേൾക്കുന്നു, അവരത് ഏറ്റെടുക്കുന്നു, അവരത് കാര്യങ്ങളത് അവരുടെ ജീവിതത്തിലേക്ക്
പല ദൈവദാസന്മാരും വിളിച്ച് പറയും, നീ കേൾക്കുന്നതൊക്കെ ഞങ്ങൾ പകർത്താൻ തുടങ്ങി ഞങ്ങളുടെ സഭയിൽ. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷവും ദൈവത്തോട് വളരെ നന്ദിയും തോന്നി. ഈ ദിവസങ്ങൾ ഇവിടെ കേൾക്കുന്ന ദൈവവചനങ്ങളൊന്നും വെറുതെ കേൾക്കുന്ന ഒരു സെർമൺ ടോപ്പിക്സ് അല്ല, സെർമൺ പോയിൻറ്റ്സിലല്ല നിങ്ങൾ എടുക്കേണ്ടത്. ടേക്ക് ഇറ്റ് ആൻഡ് അപ്ലൈ ഇറ്റ് ഇൻ യുവർ പേഴ്സണൽ ലൈഫ്സ്. ടേക്ക് ഇറ്റ് ആൻഡ് അപ്ലൈ ഇൻ യുവർ മിനിസ്ട്രി ലൈഫ്സ്. ഡെഫിനറ്റ്ലി ദ ലോർഡ് വിൽ ബ്രിങ്. ഹല്ലേലൂയ. 2 കാരണമേ ഞാൻ കാണുന്നുള്ളൂ സുവിശേഷം പറയാതിരിക്കാൻ. ഒന്ന് ലജ്ജ, അല്ലെങ്കിൽ ഭയം. ഇത് രണ്ടിനും ഒറ്റ മറുമരുന്നേ ഉള്ളൂ. എന്താണ്? വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, പകരം ആത്മാവിനാൽ നിറയണം. വീഞ്ഞ് കുടിച്ചാൽ 2 കാര്യം കിട്ടും. ലജ്ജ മാറിക്കിട്ടും, ഭയവും മാറിക്കിട്ടും. ആത്മാവിനാൽ നിറഞ്ഞാൽ ഇത് 2 മാറിക്കിട്ടും. എന്താണ്? സുവിശേഷത്തെക്കുറിച്ചുള്ള ലജ്ജയും മാറിക്കിട്ടും, സുവിശേഷം പറയാനുള്ള ഭയവും മാറിക്കിട്ടും. ഈ ആത്മാവിനാൽ നിറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ഭയപ്പെട്ട് തന്നെ ഇരിക്കും, ലജ്ജിച്ച് തന്നെ ഇരിക്കും. ഇന്നൊരു തീരുമാനം എടുത്തോണം. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറച്ച് അങ്ങയുടെ സുവിശേഷം കർത്താവേ ലജ്ജ കൂടാതെ പറയാൻ, യേശുവിനെ സാക്ഷിക്കുവാൻ ലജ്ജ കൂടാതെ, ഭയം കൂടാതെ, ആരോട് വേണമെങ്കിലും പ്രാഗൽഭ്യത്തോടെ എഴുന്നേറ്റുണ്ട് യേശുവിനെ സാക്ഷിക്കുവാൻ എനിക്ക് അങ്ങയുടെ ആത്മാവിനെ തരണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. കണ്ണടയ്ക്കാം. എല്ലാവരും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഒരുമിച്ച് ഞങ്ങളിന്ന് കേട്ടപ്പാ സഭ കർത്താവേ, സുവിശേഷം പോയി പങ്കുവയ്ക്കുന്നവർ, ഒരുമിച്ച് സഞ്ചരിക്കുന്നൊരു വാഹനമാണ് ദൈവസഭ. അതൊരിടത്ത് നിൽക്കുന്നതല്ല കർത്താവ്, അത് പൊയ്ക്കൊണ്ടേയിരിക്കും. അത് യെരുശലേമിൽ തുടങ്ങി യഹൂദയിലെല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് കർത്താവേ. ആ ഒരു ബോധ്യം, വെളിപ്പാട് ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം. ആ വെളിപ്പാടിനനുസരിച്ച് ഞങ്ങളെ തന്നെ ക്രമീകരിക്കുവാൻ, സഭയെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. എന്നീ വചനം കേട്ട എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുത്ത് ആ ബോധ്യത്തിൽ അവരെ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.